ആശ്രയമെന്നീശുവേ അങ്ങനാശ്രയമല്ലയോ പാരിലല്ല. അങ്ങേ പിരിഞ്ഞൊരു ജീവിതമില്ലേ, എല്ലാം എന്നീശുവത്രേ. ആശ്രയമെന്നീശുവേ അങ്ങനാശ്രയമല്ലയോ പാരിലല്ല. അങ്ങേ പിരിഞ്ഞൊരു ജീവിതമില്ലേ, എല്ലാം എന്നീശുവത്രേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം എല്ലാ വ്യക്തിത്വങ്ങളെയും, പ്രത്യേകിച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റ് എല്ലാ അംഗങ്ങളെയും അറിയിക്കുകയാണ്. വി ആർ അണ്ടർ ടെസ്റ്റ്. നമ്മൾ പരീക്ഷയിലാണ്. ഓരോരുത്തർക്കും എത്ര മാർക്കായി, എത്ര സ്കോറായി എന്നൊക്കെ അവനവന് തന്നെ അറിയാൻ പറ്റും. അവനവന്റെ ഉള്ളിലെ ദൈവ സാന്നിധ്യത്തിന്റെ സമൃദ്ധിയിൽ അവർക്കറിയാൻ പറ്റും ഞാൻ എത്രത്തോളം സ്കോർ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്നറിയാമോ? ദൈവ തേജസ്. ഹല്ലേലൂയ. പാപം ചെയ്ത് സകല മനുഷ്യർ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്നാൽ ആ തേജസ് മടങ്ങി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഉള്ളിൽ ആ തേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. തേജസ്സിന്റെ മേൽ തേജസ് നാം ഓരോ നിമിഷവും പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാർക്ക് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ശബ്ദ കാഴ്ച പ്രകൃതിയിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ദൈവത്തിന്റെ എല്ലാ കുഞ്ഞാടുകളും മനസ്സിലാക്കുക. എന്നെ അറിയിക്കാനല്ല ദൈവം എന്നോട് നിർത്തിയിരിക്കുന്നത്. എനിക്ക് അറിയപ്പെടുകയേ വേണ്ട. ഹല്ലേലൂയ. പകരം ഞാൻ ഒരു ഭവനമാണ്. ആരുടെ ഭവനം? ദൈവത്തിന്റെ ഭവനമാണ്. എന്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു. ക്രിസ്തുവിന്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ തലയായ ദൈവം വസിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ സ്വർഗത്തെ എന്നിലൂടെ ഭൂമിയിൽ, എന്നിലൂടെ മാത്രമല്ല നമ്മളെല്ലാവരിലൂടെയും കേട്ടോ, സ്വർഗത്തിലെ ദൈവത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ വേണ്ടി ദൈവത്തിന്റെ കണ്ടെയ്നറുകളായി ഉണ്ടാക്കിയ വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനു മുമ്പ് സന്ദേശങ്ങളിൽ ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള സന്ദേശങ്ങൾ നാം മനസ്സിലാക്കിയല്ലോ. ദൈവം ആദ്യമായി ഒരു കണ്ടെയ്നർ ഉണ്ടാക്കി. മണ്ണ് കൊണ്ട് കുശവൻ പാത്രം ഉണ്ടാക്കുന്നത് പോലെ ഒരു കണ്ടെയ്നർ ഉണ്ടാക്കി. ആ കണ്ടെയ്നറിന് മനുഷ്യൻ എന്ന് പേരിട്ടു. എന്നിട്ട് മനുഷ്യന്റെ ഉള്ളിൽ ഒന്നും നിറച്ചിട്ടില്ല. ദൈവം ആദ്യം തന്നെ നിറച്ചത് തന്നെയാണ്. നിറച്ചപ്പോ ഇതാ മനുഷ്യന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപം എല്ലാം കയറി വന്നു. അദൃശ്യനായ ദൈവത്തിന് താമസിക്കുവാനുള്ള ഒരു സ്ഥലം, ഭൂമിയിൽ വസിക്കുവാനുള്ള ഒരാത്മമണ്ഡലം മനുഷ്യന്റെ ഉള്ളിൽ ദൈവം ഒരുക്കി. അവിടെ ദൈവം തന്നെ വസിച്ചു. അങ്ങനെ മനുഷ്യ ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും ഉള്ളവനായി, ദൈവ തേജസ് ഉള്ളവനായി തീർന്നു. എന്നാൽ പാവം ചെയ്തപ്പെടുന്നത് പറ്റി ദൈവത്തിന് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വിട്ടുമാറേണ്ടി വന്നു. അങ്ങനെ ദൈവ തേജസ് മനുഷ്യനെ വിട്ടുമാറി. തിരികെ ആ ദൈവ തേജസ് തരുവാനുള്ള ദൈവത്തിന്റെ വഴിയാണ്, മാർഗമാണ് ക്രിസ്തു. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തുവിൽ അടിസ്ഥാനം വിട്ട് നാം ഓരോരുത്തരും ആ ദൈവ തേജസ്സിൽ വളർന്ന് 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 കയറണം. പക്ഷേ സംഭവിച്ചത് അട്ടിമറിക്കപ്പെട്ട ഒരു ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഉടമകളായി ക്രിസ്ത്യാനികൾ എന്ന് ജീവിക്കുന്നത് കൊണ്ട് ശത്രുവാകുന്ന പിശാച് അതിനെ അട്ടിമറിച്ചിട്ടും അട്ടിമറിച്ചാത് അവനെ കുറിച്ച് അറിയാതെ നിനക്കൊരു ശത്രു ഉണ്ടെന്നും നിനക്ക് നിന്റെ പ്രതിയോഗിയാകുന്ന പിശാച് ഇതാ ആരെ സ്നേഹിതനല്ലാട്ടോ, പ്രതിയോഗിയാകുന്ന പിശാച് ആരെ വിഴുങ്ങണം എന്ന് ചിന്തിച്ച് ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോൾ പ്രിയ കുഞ്ഞ നിന്നെയാണ് കിട്ടിയത്. അപ്പൊ നിന്നെ അങ്ങ് വിഴുങ്ങി. പ്രിയ മകനെ മകളെ, നിന്റെ ക്രിസ്തീയ വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ ക്രിസ്തീയ വിശ്വാസത്തെ അട്ടിമറിച്ച് കളഞ്ഞു. അട്ടിമറിക്കുന്നത് കേട്ടിട്ടില്ലേ? സബറ്റൈസ്ഡ് എന്നുള്ളൊരു വേർഡാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. അട്ടിമറിച്ച് കളഞ്ഞു. വിശ്വാസം പൂർണ്ണമായി അട്ടിമറിച്ച് കളഞ്ഞു. ബൈബിൾ പറയുന്നതിനെ അവർ വിശ്വസിക്കുന്നില്ല, ബൈബിൾ പറയാത്തതിനെ അവർ വിശ്വസിക്കും. അട്ടിമറിച്ച് കളഞ്ഞു. ക്രിസ്തു പറഞ്ഞതിനെ അവർ വിശ്വസിക്കുന്നില്ല, ക്രിസ്തു പറയാത്തതിനെ അവർ വിശ്വസിച്ചുകൊണ്ടേയിരിക്കും. വിശ്വാസത്തെ അട്ടിമറിച്ച് കളഞ്ഞു. ഇങ്ങനൊരു സംവിധാനമാണ് നടക്കുന്നത്. നമ്മൾ ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നാളത്തെ മിഡിൽ ഈസ്റ്റ് സഭായോഗത്തിൽ, ഗൾഫിലെ സഭായോഗത്തിൽ ഈ സന്ദേശമായിരിക്കും നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അട്ടിമറിക്കപ്പെട്ട ക്രിസ്തീയ വിശ്വാസം. ഹല്ലേലൂയ. ആരാ? പിശാചിനാൽ അട്ടിമറിക്കപ്പെട്ട ക്രിസ്തീയ വിശ്വാസം. ഹല്ലേലൂയ. അതെന്താണ് അട്ടിമറിക്കപ്പെട്ട ക്രിസ്തീയ വിശ്വാസം? ബൈബിൾ പറയുന്നതിനെ ഇന്നത്തെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നില്ല.
ബൈബിൾ പറയാത്തതിനെ ഇന്നത്തെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. എന്തോ ഒരു വിരോധാഭാസം, എന്തോ ഒരു വിരോധാഭാസം. ഹല്ലേലൂയ. അതെന്താണെന്ന് ദൈവം നാളറിയാം. ഇന്ന് മനുഷ്യന്റെ ജീവിതവും അങ്ങനെ തന്നെയാണ്, മനുഷ്യന്റെ ജീവിതവും അങ്ങനെ തന്നെയാണ്. അവസാനം ഇവരെല്ലാം കൂടെ അവിടെ ചെന്നിട്ട് യേശുവേ ഞങ്ങൾ അങ്ങനെ കർത്താവായി സ്വീകരിച്ചല്ലോ എന്ന് പറഞ്ഞു വരുമ്പോ കർത്താവ് പറയും, ബൈബിളിലെ കർത്താവ് പറയും, ഞങ്ങൾ ഒരു കാലത്തും നിങ്ങളെ അറിയുന്നില്ല. നിങ്ങൾ അപ്പസ്തോലനാണ്, നിങ്ങൾ മാസ്റ്ററാണ്, നിങ്ങൾ മെത്രാനാണ്, നിങ്ങൾ അച്ഛനാണ്, ആരും ആയിക്കോട്ടെ, നിരുതാമതി രോഗികളെ ഭൂതങ്ങളെ പുറത്താക്കി ഇതൊക്കെ ചെയ്ത് ഗെറ്റ് ഔട്ട്. നമ്മുടെ വ്യക്തതയോടെ ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് പോരാട്ടമുണ്ട്. നിങ്ങളുടെ പോരാട്ടമുള്ളത് വലിയൊരു ശത്രു സേനയോടാണ്, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിന്റെ ലോകാധിപത്യ ശക്തികളോട്, സ്വർലോകത്തിന്റെ ദുഷ്ടാത്മ സേനയോടും നിങ്ങൾക്ക് പോരാട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ചിന്തിക്കാതെ ശങ്കരനോടും ചിന്നപ്പനോടും അന്നപ്പനോടും IPC-യോടും കത്തോലിക്കനോടും ഹിന്ദുവിനോടും മുസ്ലിമിനോടും പോരാടി നടക്കുന്ന മനുഷ്യ, നിന്റെ വിശ്വാസത്തെ അട്ടിമറിച്ചു കളഞ്ഞു. പിശാച് അട്ടിമറിച്ചു കളഞ്ഞു. എന്നിട്ടത് അറിയാതെ മാന്യനായി വലിയ ക്രിസ്ത്യ ഉടുപ്പും ഇട്ടുകൊണ്ട് നടക്കുമ്പോ ദൈവം കുഞ്ഞേ വിളിക്കുന്ന പേരെന്നാന്നറിയാമോ? വെള്ള തേച്ച ശവക്കല്ലറ. ഈ നാളുകളിൽ കുഞ്ഞേ നിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ദൈവം പറയുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കി മനം തിരിഞ്ഞാൽ ആർക്ക് കൊള്ളാം? അവനവന് തന്നെ കൊള്ളാം. അല്ലെങ്കിൽ ശ്വാസം തീരുമ്പോ ഇന്ന് കുഞ്ഞെ നീ സന്തോഷിപ്പിക്കുന്ന ചുറ്റുമുള്ളവർ കാണത്തില്ല. ഇന്ന് നീ വാ തുറക്കാതെ മറ്റുള്ളവരെ പേടിച്ചു, അയ്യോ ആ ദേവദാസെന്നാ പറയും, ഇതാണ് സത്യം, ബൈബിളിലെ സത്യം ഇതാണ്, പക്ഷെ ഞാൻ പറഞ്ഞാൽ അവരെന്നെ പറയും, ഇവരെന്നാ പറയും, എന്നെ പുറത്താക്കും, അയ്യോ ഫേസ്ബുക്കിൽ നിന്ന് എന്നെ പുറത്താക്കും, എന്നെ ചർച്ചയിൽ നിന്ന് പുറത്താക്കും, IPC പുറത്താക്കും, എന്നെ കത്തോലിക്കൽ നിന്ന് പുറത്താക്കും, എന്നെ ആ മെത്രാൻ അങ്ങനെ പറയും, ഈ ദേവദാസൻ ഇങ്ങനെ പറയും എന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കുന്ന പൈതലേ, സ്വർഗരായെന്ന് പുറത്തു പോകുന്ന ലിസ്റ്റിൽ ആദ്യത്തേതാണ് ഭീരുക്കൾ. ഹല്ലേലൂയ. മനസ്സിലാക്കിക്കോ. ചിലര് ദൈവത്തിന് പറയട്ടെ, എന്നോടാണല്ലോ ദൈവം സംസാരിച്ചത്. അതേ മോനെ, അതേ കുഞ്ഞെ, നിന്നോടാ സംസാരിച്ചത്. ഭീരുക്കൾ പുറത്ത്. ഹല്ലേലൂയ. ഈ നാളുകളില് നമ്മളെല്ലാം അറിയേണ്ടത്, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈസ് ഗോഡ്സ് കണ്ടെയ്നർ. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ നേച്ചറാണ് ഇമ്മാനുവൽ. ദൈവം ആ മനുഷ്യൻ ഭൂമിയോടുകൂടെ, മനുഷ്യരോടുകൂടെ, മറ്റ് മനുഷ്യരോടുകൂടെ യേശുക്രിസ്തുവിന്റെ ഉള്ളിൽ ദൈവ പിതാവ് വസിച്ചു. ആദത്തിന്റെ ഉള്ളിൽ പിതാവ് ദൈവം വസിച്ചു. നിന്റെ ഉള്ളിൽ ദൈവം വസിക്കണം. അതിനുവേണ്ടി ഒരാലയം ദൈവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, വീണ്ടും ജനിക്കപ്പെട്ടതുകൊണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം പറയുന്നത്. അതിന് മുമ്പ് പറയുന്നത്, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കുക, അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും, അതായത് അവരിലൂടെ കിട്ടുന്ന ആ വചനത്തിന്റെ അടിസ്ഥാനത്തിന് മേൽ നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവാൽ ദൈവം നിങ്ങളിൽ നിവാസമാക്കേണ്ടതിന് ആത്മാവിനാൽ തന്റെ ആലയം പണിതു വരുന്നു. ഹല്ലേലൂയ. കുഞ്ഞേ, സഹോദര സഹോദരി, ആത്മാവിൽ ഈ ആലയത്തിന്റെ പണി നമ്മളിൽ നടന്നാൽ നമ്മൾ ദൈവ തേജസ്സിൽ വളരുവാൻ. പക്ഷെ ഇതൊന്നും അറിയാതെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു ആരാധന തട്ടിക്കൂട്ടി, ഇതിന്റെ പേരാണ് ചർച്ച എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തിത്വങ്ങളെ, ഹല്ലേലൂയ, യേശുവിനെ കർത്താവായി സ്വീകരിക്കേണ്ടതും യേശുവിനെ ആശ്രയിക്കേണ്ടത്. നമ്മുടെ ആദ്യത്തെ പാട്ട് തന്നെ അതാണ്, ആശ്രയം യേശുവെ. അതുകൊണ്ട് ദൈവത്തിന് പറഞ്ഞ പുത്രനെ ചുംബിക്കുക, അവനെ ശരണമാക്കുക. ഹല്ലേലൂയ. നിങ്ങൾ വഴി വെച്ച് നശിക്കാതിരിക്കുക, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഇതുപോലത്തെ ഒന്നും പ്രിയ സഹോദരങ്ങളെ നാം സ്വർഗരാജ്യം അവകാശമാകത്തില്ല. കർത്താവ് നേരിട്ട് പറയല്ല, കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യ അവകാശം. അനേക ഡിനോമിനേഷനുകളും സംഘടനകളും ഇതെല്ലാം കൊണ്ട് ദുഷ്ടനായ പിശാച് ദൈവിക മാർഗത്തെ അട്ടിമറിച്ചു. ദൈവം അനുവദിക്കുന്ന നാളെ നമുക്ക് കൂടുതലായിട്ട് കേൾക്കാം. ഇന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന വിഷയം, ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് എന്തിനാ ഇന്നെങ്ങനെ തന്നത്? നിങ്ങൾക്കൊരു അപ്പിറ്റൈറ്റ് തന്നു, ഒരു വിശപ്പ് തന്നതാണ്. അപ്പൊ ഇന്ന് രാത്രി മുഴുവൻ ഇരുന്ന് ചിന്തിക്കും, അപ്പൊ നാളെ ഈ സമായോഗത്തിന് വരണ്ട, എനിക്ക് ജോലിക്ക് പോകാന്ന് ചിന്തിക്കുന്ന കുറെ പേരുണ്ട് അല്ലേ. അപ്പൊ അവർ വിചാരിക്കും നാളെ അയ്യോ അപ്പൊ ജോലിക്ക് പോകണം, നാളെ ഇത് കേട്ടാല. ഹല്ലേലൂയ. അപ്പൊ സ്വർഗത്തിൽ ഒരു ടിക്കും കൂടി ഇടും. എന്റെ മോള് കണ്ട, ഒരു ഭാഗത്ത് മാമോനും വന്നു, ഒരു ഭാഗത്ത് എന്റെ വചനം വന്നു. അപ്പൊ ഏതിന് വാല്യൂ കൊടുത്തു? അപ്പോ
ഓരോ നിമിഷവും ഇതാ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ആ വചനത്തിന്റെ ടേസ്റ്റ് തന്ന് നിങ്ങളെ കൊണ്ടുവരികയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മള് മനസ്സിലാക്കിയിട്ടുള്ള വിഷയം ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ. എനിക്ക് കർത്താവ്, ഞാൻ വേറെ ആരും പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. എന്റെ കർത്താവിൽ നിന്ന് മാത്രമേ ഞാനത് കേട്ടിട്ടുള്ളൂ, ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ. ഞാൻ ഈ സ്പ്ലിറ്റ് ഓപ്പറേഷൻ പറയുമ്പോ പലർക്കും വിഷമമുണ്ടാകും, സങ്കടമൊക്കെ ഉണ്ടാകും. കാരണം ദൈവം ഇതുവരെ അവർ വിശ്വസിച്ച വിശ്വാസമായിട്ടല്ലല്ലോ ഈ പറയുന്ന ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ പറയുമ്പോ. സഹോദരങ്ങളെ, അങ്ങനെ എനിക്ക് പറയാൻ കഴിയത്തില്ല ഇതുവരെ വിശ്വസിച്ച വിശ്വാസം. പകരം വിശുദ്ധ ബൈബിളില് എന്താണോ പറയുന്നത് അതേ ഞാൻ പറയുന്നു. ഹല്ലേലൂയ, അതേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഞാൻ ഈ ലോകത്തിലൊരു സംഘടനയുടെയോ ഒരു ഡിനോമിനേഷന്റെയോ ഒന്നും ഒരു ദാസനല്ല. പകരം ദൈവം എന്നെ ഏൽപ്പിച്ച അസൈൻമെന്റ് എനിക്ക് വ്യക്തതയോടെ അറിയാം. ഞാൻ ആരാണെന്നുള്ള ബോധമിരിക്കും. ഞാൻ ആദത്തിൽ മരണത്തിന് കീഴ്പ്പെട്ട ഒരു ജഡമനുഷ്യനാണ്. പക്ഷേ ക്രിസ്തുവിൽ ഞാൻ ദൈവപുത്രനായ ആത്മമനുഷ്യനാണ്. ഞാൻ ക്രിസ്തുവിന്റെ ഉള്ളിലാണ്. എന്റെ ഭൂമിയിലെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഡ്യൂട്ടി, ഹെവൻലി ഡ്യൂട്ടി, ഹൈക്കോളിംഗ് എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ ക്രിസ്തുവിന്റെ അംബാസിഡറായി നിലകൊള്ളുന്നു. അപ്പൊ ഞാനത് വ്യക്തതയോടുകൂടി ചെയ്യണം. അപ്പോൾ തന്നെ എനിക്ക് ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് എന്ന് പറയുന്നത് എന്റെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് മാറ്റുന്ന ഒരു കോഴ്സാണ്. ആ കോഴ്സ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭയങ്കര തിരക്കാ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അത് എനിക്ക് ഇത് കിട്ടുന്ന ഇതില്ല. അതായത് നമ്മൾ മലയാളം ഭാഷയെ പറഞ്ഞ ചിക്കിലി കിട്ടുന്ന പരിപാടി എന്നൊക്കെ പറയത്തില്ലേ, പണം കിട്ടുന്ന പരിപാടി. അതിനേക്കാളെല്ലാം ഉപരിയാ തേജസ് കിട്ടുന്ന പരിപാടിയാണ്. പണം കിട്ടുന്നതൊക്കെ സെമിത്തേരിയോട് തീരും, തേജസ് കിട്ടുന്ന പരിപാടി സെമിത്തേരിയോട് തീരത്തില്ല. അപ്പൊ അതിനെനിക്കൊരു കോഴ്സ് ഉണ്ട്. അപ്പൊ കോഴ്സ് ഇതൊക്കെ പൗലോസൊക്കെ പറഞ്ഞ പല സംസ്ഥാനങ്ങളൊക്കെ പറഞ്ഞ കേട്ടിട്ടില്ലേ, ഞാൻ നല്ല ഓട്ടം ഓടി, ഞാൻ ഓട്ടം തികച്ചു, ഐ ഫിനിഷ്ഡ് മൈ കോഴ്സ്. അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോ കോഴ്സിന്റെ വളരെ ടഫായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും, കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത് ലീഡേഴ്സിനെ സംബന്ധിച്ച് കോഴ്സ് ലീഡേഴ്സ് ആണെങ്കിൽ അവർ കൂടുതൽ ടഫ് സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ എല്ലാവരും ലീഡറാണ് അല്ലെ. യേശുവിനെ നമ്മൾ അനുഗമിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഓട്ടോമാറ്റിക് ലീഡറായി പോകും. ലീഡറാകാൻ ആഗ്രഹിക്കുന്നതൊന്നുമല്ല, ലീഡറായി അങ്ങ് പോകും. കാരണം ലീഡർ എന്ന് പറയുന്നത് ചില ആളുകൾ പുറകെ വരാനുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക് ലീഡറായി പോകുന്നത്. അപ്പൊ യേശുവിനെ അനുഗമിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ആ ഒരു തരത്തിലെ ലീഡറായി മാറും. ദൈവത്തിന്റെ വചനം പറയുന്നു, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്ന അവരുടെ രക്ഷാനായകനെ കഷ്ടങ്ങളാൽ തികഞ്ഞവനാക്കുന്ന യുക്തമായിരുന്നു അല്ലെ. അപ്പോ ലീഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ തങ്ങളുടെ കോഴ്സുകളിൽ അത് കഷ്ടങ്ങളായിട്ട് അവസാനിപ്പിക്കുകയല്ല, കോഴ്സുകളെ തേജസ്സിന്റെ പാക്കറ്റുകളാണ്. അതെല്ലാം തേജസ്സിന്റെ പാക്കറ്റുകൾ. ഓരോ കഷ്ടം എന്ന് പറയുന്നത് തേജസ്സിന്റെ പാക്കറ്റുകളാണ്. അതായത് ഇത് എന്റെ ഒന്നും ഒരു പേച്ചക്ക് കിട്ടും അല്ലെ. ആ പേച്ചക്ക് എന്തിന്റെ പാക്കറ്റാണ്? റുപ്പിയുടെ അല്ലെങ്കിൽ കറൻസിയുടെ പാക്കറ്റാണ് അല്ലെ. അതുപോലെ തന്നെ ഓരോ കഷ്ടവും ദൈവഹിത പ്രകാരമുള്ള ഓരോ കഷ്ടം ഇറ്റ്സ് എ പേച്ചക്ക്. അതൊക്കെ എന്തിന്റെ പേച്ചക്കാണ്? തേജസ്സിന്റെ പേച്ചക്ക്. ഹല്ലേലൂയ. ഇതുപോലെയാണ് ക്രിസ്തു പൗലോസ് അപ്പോസ്തലനൊക്കെ ഭയങ്കര പുതിയനാ. അദ്ദേഹം പറഞ്ഞ കേട്ടില്ലേ, ഇതാ ക്രിസ്തുവെ പ്രതി കഷ്ടസഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാ ദിവസവും 30-ാം തീയതി മാത്രമല്ല, എല്ലാ ദിവസവും ഒരു പേച്ചക്ക് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നല്ലൊരു ഒന്ന് അല്ലെ. ഇതേപോലെ പക്ഷെ അതൊക്കെ പണത്തിന്റെ പുറകെ അല്ല, പകരം തേജസ്സിന്റെ പുറകെ പോകുന്ന ഒരു കൂട്ടം ജനം. അങ്ങനെ ഒരു കൂട്ടം ജനത്തെ ഒരുക്കിയെടുക്കാനുള്ള ഒരു കോളിംഗ് ആണ് സ്വർഗ്ഗത്തിൽ എനിക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എല്ലാവരും തേജസ് പുതിയന്മാരായി തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ചു ആ ഒരു തലത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാണ്. അപ്പോ എനിക്ക് എന്റെ കോഴ്സും അതിലും ധാരാളമായിട്ട് അതിന് എൻറോൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് ധാരാളമായിട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അല്പം പോലും സമയമില്ല. ഇപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്നെ അടുത്ത് അറിയാവുന്നവർക്ക് അറിയാം, നല്ലൊരു തിരക്കിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങി. സ്പ്ലിറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞ ആഴ്ച അതില് ഫസ്റ്റ് ടു ലാസ്റ്റ് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയതിന് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് ഫസ്റ്റ് ടു ലാസ്റ്റ് ഒറ്റയടിക്ക് മനസ്സിലാക്കണമെന്ന് ചിന്തിച്ചോണ്ടാ തുടങ്ങി. പക്ഷെ ഒറ്റയടിക്ക് തീർന്നില്ല, അതിന്റെ ഇടയ്ക്ക് വെച്ച് നിന്നു. കാരണം എക്സ്പ്ലെയിൻ ചെയ്ത് വന്നപ്പോൾ നമ്മുടെ സമയം തീർന്നു പോയി. അപ്പൊ ഇന്ന് ദൈവം ഇങ്ങനെ തീർക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി സൂം ഷെയറിംഗിലേക്ക് കടന്നു പോവുകയാണ്. അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ സങ്കടങ്ങളും താഴെ എഴുതുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷെ സങ്കടങ്ങൾ എഴുതിയോണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പകരം നിങ്ങൾക്ക് സംശയങ്ങൾ വചനപ്രകാരം, ഇന്ന വചനപ്രകാരം
ഇത്ര അധ്യായം ഇന്ന മത്തായി ഇത്ര അധ്യായം ഇന്ന വാക്യപ്രകാരമുള്ള അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. ചുമ്മാ എന്തെങ്കിലും വാദമൊന്നും വിളിച്ചു പറയരുത് കേട്ടോ. ഹല്ലേലൂയ. ദൈവം അവിടെയൊക്കെ നിങ്ങളെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ഇതാ നമ്മൾ സ്ക്രീൻ കൂടി ഷെയർ ചെയ്ത് മുന്നോട്ടേക്ക് കടന്നു വരാൻ പോകുകയാണ്. ലോർഡ് ഐ ലവ് യു. വി താങ്ക് യു. Lord, I love you. Hallelujah. God split operation. എന്തിനു വേണ്ടിയാണെന്നൊക്കെ നാം മനസ്സിലാക്കി. ഗോഡ് ആദിയിൽ ദൈവം, ഇതാ ദൈവവും ക്രിസ്തു ഒക്കെ ഒന്നായി. എന്നാൽ ആ ദൈവത്തിന്റെ ഉള്ളിലായിരുന്നു ക്രിസ്തു. അതുകൊണ്ട് ഹു വാസ് വേർഡ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ വചനം തരുന്ന ഉത്തരം വേർഡ് വാസ് ഗോഡ്. വചനം ദൈവമായിരുന്നു. ആരാണ് വചനം? ക്രിസ്തുവാണ്. വചനം ദൈവമായിരുന്നു. ശ്രദ്ധിച്ചേ, ഇവിടെ ഗ്രാമർ ഭയങ്കര പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഗ്രാമർ നമ്മൾ ഏതൊന്നും മനസ്സിലാക്കാതെ കഴിഞ്ഞ ആളുകൾ പഠിച്ചത് കൊണ്ട് അനേക തെറ്റുകളിലൂടെ കടന്നുപോയി. ഹല്ലേലൂയ. ഗ്രാമർ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇവിടെ ക്രിസ്തു ദൈവമായിരുന്നു എന്ന് പറഞ്ഞു. വേർഡ് വാസ് ഗോഡ്. വേർഡ് എന്ന് പറഞ്ഞാൽ ദൈവപുത്രൻ. ദൈവപുത്രൻ ദൈവം, അതായത് ദൈവമായിരുന്നു എന്ന് ഈ വചനം പറയുന്നു. ഹു വാസ് വേർഡ്. വാസ് എന്ന് പറയാൻ കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളെ അറിയിക്കുന്നു. അപ്പൊ ഹു വാസ് വേർഡ്, ആരാണ് വചനം എന്ന് പറഞ്ഞാൽ വചനം ദൈവമായിരുന്നു. ഇതാണ് യോഹന്നാൻ 1:1 നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് വചനം ദൈവമായിരുന്നു. ദ വേർഡ് വാസ് ഗോഡ്. വചനം ദൈവമായിരുന്നു. നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് ഗ്രാമറിന്റെ പ്രാധാന്യം. അതായത് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഭാഷയെ തങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകളെ മറ്റുള്ളവരെ അറിയിപ്പാൻ വളരെ പ്രാധാന്യമുള്ളതാണ്. എന്നാൽ ഗ്രാമർ എന്ന് പറയുന്നത് അത് വ്യക്തമായി അറിയിപ്പാൻ വളരെ പ്രാധാന്യം. Language is indispensable to communication. Grammar is indispensable to proper communication. അപ്പോ ഇവിടെ ഗ്രാമർ കൂടി നമ്മൾ ശ്രദ്ധിച്ചു. വ്യക്തതയോ. വേർഡ് വാസ് ഗോഡ്. വചനം ദൈവം ആയിരുന്നു. അപ്പോ ആയിരുന്നു. ഇനി ഇങ്ങനെ വേണമെങ്കിൽ പറയാലോ, വചനം ദൈവമാകും. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അതായത് ഭാവിയിൽ ഈ വചനം ദൈവമായി മാറും. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഇനി വചനം ദൈവമാണ്. ഈ പറയുന്ന സമയത്ത് വചനം ദൈവമാണ്. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ എങ്ങനെ പറഞ്ഞിരിക്കണേ? വചനം ദൈവം ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? വചനം ദൈവം ആയിരുന്നു. വചനം നേരത്തെ ഈ എഴുതുന്ന സമയത്തല്ല, നേരത്തെ ദൈവം ആയിരുന്നു. വാസ് ഗോഡ്. ഇനി അപ്പൊ ഹു ഈസ് വേർഡ് നൗ? വാസ്, ഇപ്പോൾ വചനം ആരാണ്? അതാണ് കഴിഞ്ഞ സന്ദേശം നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്. ഹു ഈസ് വേർഡ്? ദ വേർഡ് ഈസ് ദ സൺ ഓഫ് ഗോഡ്. അത് ഈസ് ആണ്. ഈസ് വചനം ആരാകുന്നു? ഇപ്പൊ ആരാകുന്നു? ദ വേർഡ് ഈസ് ദ സൺ ഓഫ് ഗോഡ്. ദൈവപുത്രനാകുന്നു. The image of invisible God. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാകുന്നു. Or the body of God. ദൈവത്തിന്റെ ശരീരമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ദൈവം ആരാണ്? ആ ശരീരത്തിന്റെ തലയാണ് ദൈവം. തല അദൃശ്യമാണ്, ബോഡി ദൃശ്യമായി മാറുന്നു. ആ ബോഡിയിലൂടെയാണ് തലയെ പിതാവിനും വെളിപ്പെടുന്നത്. ആണ് യോഹന്നാൻ 1:18 നാം മനസ്സിലാക്കിയല്ലോ. ദൈവത്തെ, തലയെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ തന്റെ മാറിലിരിക്കുന്ന പുത്രൻ, അതാണ് വേർഡ്. ഈ അദൃശ്യനായ പിതാവിനെ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട വചനങ്ങളൊക്കെ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി അധികം അങ്ങോട്ടേക്ക് പോകുന്നില്ല. കഴിഞ്ഞ സന്ദേശങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് പാർട്ട് 11 ആണെന്ന് തോന്നുന്നു. നമ്പർ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോ പ്രിയ സഹോദരങ്ങള്, ഇനി താഴേക്ക് നമ്മള് ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷനിൽ നമ്മള് ചിന്തിക്കാൻ തുടങ്ങിയ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാ ഒരു യെല്ലോ റൗണ്ട്. ആ യെല്ലോ റൗണ്ട് ദൈവത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. തുടർന്ന് ഈ ഒരു പീരീഡ്, അനാദി എന്ന പീരീഡ് ആണ് ഈ ആരെ കാണിച്ചിരിക്കുന്നത്? അനാദി എന്നൊരു പീരീഡ് ആണ് ആരാ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം ആദി എന്നൊരു പീരീഡ് വരുമ്പോൾ
ഇതാ ഇതിന്റെ ഉള്ളിൽ നിന്നും വേറെ ഈ യെല്ലോ റൗണ്ടിന്റെ ഉള്ളിൽ നിന്ന് ഇതാ വേറൊരു യെല്ലോ റൗണ്ട് പുറത്തേക്ക് ചാടുകയാണ്. അത് കാണാം. അവിടെയാണ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ ആരംഭിക്കുന്നത്. ആ സമയം ഇതിനു മുമ്പല്ല പിതാവിന്റെ ഉള്ളിൽ, ദൈവത്തിന്റെ ഉള്ളിൽ ദൈവമായിരുന്നു വചനം അഥവാ ക്രിസ്തു, മറ്റൊരു രീതി പറഞ്ഞ ദൈവപുത്രൻ. കഴിഞ്ഞ സന്ദേശം നമ്മൾ പഠിച്ചല്ലോ, ഇതാ അബ്രഹത്തിന്റെ മകനായ ലേവി, ഡയറക്റ്റ് മകനല്ല, ഐസക്ക്, ജേക്കബ്, പിന്നെ ലേവി. ആ ലേവി അബ്രഹത്തിന്റെ കടിപ്രദേശത്തുണ്ടായി. അതുകൊണ്ട് അബ്രഹമാണ് മൽക്കിസദേക്കിന് ദശാംശം കൊടുത്തത്. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു ലേവിയും അപ്പോൾ ദശാംശം കൊടുത്തു കഴിഞ്ഞു. അതിനർത്ഥം ലേവി അന്ന് അബ്രഹത്തിന്റെ ഉള്ളിലുമായിരുന്നു. ആ ലേവി അന്ന് ആരായിരുന്നു? അബ്രഹമായിരുന്നു. ലേവി അന്ന് അബ്രഹമായിരുന്നു. ദൈവത്തിന്റെ വചനം നമുക്ക് കാണാം, നമ്മൾ പഠിച്ചു. ആദോഹമേ ദൈവം ഉണ്ടാക്കിയത് ആദത്തെ മാത്രം, പക്ഷെ ആദത്തിന്റെ ഉള്ളില് ഹവ്വയുണ്ടായിരുന്നു, സകല മാനവരാശി ഉണ്ടായി. അപ്പൊ ദൈവം ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ പറയാണ്, ദൈവം ഇതാ മനുഷ്യനെ പുരുഷനെ സ്ത്രീയുമായിട്ട് ഉണ്ടാക്കി, എന്നിട്ട് അവർക്ക് ആദം എന്ന് പേര്. അവരുടെ പേര് ആദം എന്നാണ്, സ്ത്രീയുടെ പേരും ആദം എന്നാണ്. ആ സ്ത്രീക്ക് കാരണം സ്ത്രീ ആദത്തിന്റെ ഉള്ളിലുണ്ടായി. പ്രിയ സഹോദരങ്ങളെ, ഇതേപോലെ തന്നെ ഇതാ യേശുക്രിസ്തു വചനം ദൈവമായിരുന്നു. ആ ദൈവത്തിന് ആരംഭമില്ല. എന്നാൽ തുടർന്ന് ഈ സ്പ്ലിറ്റ് ഓപ്പറേഷൻ ആരംഭിക്കുമ്പോൾ അവിടെ ആരംഭം ആരംഭിച്ചു. പുത്രൻ ആരംഭം. പക്ഷെ പുത്രൻ ദൈവമായിരുന്നൊരു സമയം ആരംഭമില്ല. ഇതാ ഈ സ്പ്ലിറ്റ് ഓപ്പറേഷൻ നിങ്ങൾ കാണുമ്പോൾ ഇതാ അടുത്ത ചിത്രത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണാം. ആ സ്പ്ലിറ്റ് ഓപ്പറേഷനിലേക്ക് ആ റൗണ്ട് എല്ലാം പുറത്തിറങ്ങി. നിങ്ങൾക്ക് അവിടെ കാണാം ആ ആദ്യത്തെ പീരീഡിന് അനാദി, എറ്റേണൽ പാസ്റ്റ്, അനാദി എന്ന് പേരിട്ടിരിക്കുന്നു. തുടർന്ന് ആദി എന്ന് പേരിട്ടിരിക്കുന്നു. ഈ ഒരു പോയിന്റിൽ സ്പ്ലിറ്റ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റാണ് ആദി. ഇതുകൊണ്ട് ദൈവത്തിന് പറഞ്ഞ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ഇൻ ദ ബിഗിനിങ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ഇൻ ദ ബിഗിനിങ്. അപ്പോ ആ വചനം നേരത്തെ ആരുടെ കൂടെ ആയിരുന്നു? അത് ആ വചനം ആ സ്പ്ലിറ്റ് ഓപ്പറേഷൻ തുടങ്ങിയ സമയത്ത് ദൈവത്തോടു കൂടെ ആയിരുന്നു. സ്പ്ലിറ്റ് ഓപ്പറേഷന് മുമ്പോ അനാദിയിൽ ആരായിരുന്നു? ദൈവമായി. അതാണ് യോഹന്നാൻ 17:5 കുറച്ചുകൂടി വ്യക്തതയോട് പറയുന്നത്. സ്പ്ലിറ്റ് ഓപ്പറേഷൻ തുടങ്ങിയത് സൃഷ്ടിപ്പിന് വേണ്ടിയാണ്, സൃഷ്ടിപ്പിന് വേണ്ടി. ആദത്തിൽ നിന്ന് ഈ സ്പ്ലിറ്റ് ഓപ്പറേഷൻ ഹവ്വയെ ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയാണ്, സന്താനമുറ്റുള്ളവരെ പെരുകാൻ വേണ്ടിയാണ്. എന്നാൽ ഇവിടെ ദൈവം രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി പ്രവർത്തിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്രിയേഷന് വേണ്ടിയാണ്. ക്രിയേഷൻ ആൻഡ് ഇറ്റ്സ് മാനേജ്മെന്റ്. അപ്പോ അതിലേക്കാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ട് പോകുന്നത്, സൃഷ്ടിപ്പ്. അപ്പോ അതിനു മുമ്പ് ആരായിരുന്നു? യോഹന്നാൻ 17:5 പറയുന്നുണ്ട്, കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി വന്നപ്പോ ആ പറയുന്ന വാക്യം നമ്മൾ കേട്ടു, വായിച്ചു. പുതിയതായിട്ട് കേൾക്കുന്നവർ ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ, ഡീറ്റെയിൽ അറിയണമെങ്കിൽ പഴയ സന്ദേശങ്ങൾ കേൾക്കാം. യോഹന്നാൻ 17:5 യേശു പറയാണ്, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ, ആദിയിലാണ് ലോകം ഉണ്ടാകുന്നത്, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം. അപ്പോ ലോകം ഉണ്ടാകും മുമ്പേ ആരുണ്ട്? ലോകം ഉണ്ടാകും മുമ്പേ ക്രിസ്തു ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ലോകം ഉണ്ടാകും മുമ്പേ വചനമുണ്ട്. ഹല്ലേലൂയ. ലോകം ഉണ്ടാകും മുമ്പേ ദൈവപുത്രനുണ്ട്. ആ ദൈവപുത്രൻ പിതാവിനോട് ചേർന്നായിരുന്നു. പിതാവിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ നിന്നെ എന്റെ അടുക്കൽ മഹത്വപ്പെടുത്താനാണ്. അപ്പോ മറിയുടെ ഉദരത്തിൽ ജനിച്ചപ്പോഴല്ല ദൈവപുത്രൻ ഉണ്ടായിരുന്നത്, ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ട്. ഇത് മനസ്സിലാക്കും. ഇവിടുത്തെ ഈ വചനം സംസാരിക്കുമ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തെറ്റായ വിശ്വാസത്തിൽ നിന്ന് എന്റെ സഹോദരങ്ങളെ വിടുവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മള് എല്ലാവരും നേരത്തെ വിഗ്രഹങ്ങളെ ആരാധിച്ച്, അതായത് എന്ത് തിന്നെ, എന്ത് കുടിക്കുക, എന്ത് കൊടുക്കും, ഉദ്ദിഷ്ട കാര്യങ്ങളെ സാധിക്കുന്നതിന് വേണ്ടി ആരാധിച്ച് ജീവിച്ച ഒരു ശീലമാണ് നമുക്കുള്ളത്.
അങ്ങനെയുള്ള നമുക്ക് യേശുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ നമ്മൾ ചിന്തിച്ചു അതേപോലത്തെ അതിനേക്കാൾക്ക് ശ്രേഷ്ഠനായ ഒരു ദൈവമാണ്. നമ്മൾ അങ്ങനെ യേശുവിനെ മനസ്സിലാക്കി, നമ്മൾ അങ്ങനെ യേശുവിന്റെ നാമത്തിന് ഒരു ആരാധനയൊക്കെ തുടങ്ങി. ബൈബിൾ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതല്ല ബൈബിളിലെ വിശ്വാസം. യേശുക്രിസ്തു അവരോട് പറയാണ്, നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കുക, എന്ത് കൊടുക്കും എന്നൊക്കെയാണ് അന്വേഷിച്ച് നടക്കുന്നത്. മുമ്പേ ദൈവരാജ്യം അന്വേഷിച്ചു, സംഭവം വേറെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, തെറ്റിപ്പോയൊരു വിശ്വാസിന്റെ ഉടമകളാണ് ഇന്ന് നല്ലൊരു പങ്ക് ക്രിസ്ത്യാനി. അപ്പോ എന്നിട്ട് അവരാ യേശുവിനെ ആരാക്കി മാറ്റി? യേശുവിനെ ബൈബിൾ പറയാത്ത പിതാവായ ദൈവമാക്കി മാറ്റി. നമ്മളെ തെറ്റായ വിശ്വാസത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുക. അപ്പോ പ്രിയ സഹോദരങ്ങളെ, യേശുവിന്റെ പാർട്ടുണ്ട്. യേശു ക്രിസ്തു സൃഷ്ടിപ്പിൽ യേശുവിന് പങ്കുണ്ട്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ ഗോഡ്സ് ഓപ്പറേഷനിൽ ഇതാ യേശു ക്രിസ്തു എന്റെ മിഡിൽ പേഴ്സൺ ആണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തികളെ മനസ്സിലാക്കി ഓരോരുത്തർക്കും അതിൻ്റെതായ സ്ഥാനം കൊടുത്ത് നമ്മൾ മുന്നോട്ടേക്ക് പോകും. അതാണ് നിങ്ങളിന്ന് പഠിപ്പിച്ചെടുക്കുകയാണ്. അപ്പോ ഇത് പറയുമ്പോൾ വളരെ ഹൃദയ വിഷമങ്ങളൊക്കെ പലർക്കും ഉണ്ടാകും. കാരണം അവര് പഠിച്ചത് ഈ ബൈബിളിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങളാണ്. തെറ്റായ ട്രാൻസ്ലേഷന്റെ കുറെ കാര്യങ്ങളും വെച്ചുകൊണ്ട് അവരെതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയി. അവരിതിനെ പ്രസംഗിച്ച് സമർത്ഥിച്ചു. പക്ഷെ ഇന്ന് അത് അങ്ങനെയല്ല എന്ന് കാണുമ്പോൾ വളരെ വിഷമവും സങ്കടവും ഒക്കെ വരും. പക്ഷെ ബൈബിളിൽ നിന്ന് ഒരൊറ്റ വാക്ക് കോട്ട് ചെയ്യാനാണ് അവർക്ക് ഉണ്ടാവില്ല. ഒറ്റ വാക്ക് കോട്ട് ചെയ്യാൻ ഉണ്ടാവില്ല. ആകെപ്പാടെ ഉണ്ടാകുന്ന 3 വാക്കുകളുണ്ട് കോട്ടിങ്. അത് 3 ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളാണെന്ന് കഴിഞ്ഞ സന്ദേശങ്ങളിലെല്ലാം തെളിയിച്ചു കഴിഞ്ഞു. അപ്പോ വേറെ ഒരൊറ്റ വാക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനില്ല. അപ്പൊ ആകെപ്പാടെ ഹൃദയത്തിലുള്ള വിഷമവും സങ്കടവും, ഇനി തങ്ങളുടെ വിശ്വാസികളുടെ മുമ്പിൽ തങ്ങൾ അവഹേളിതരാകുമല്ലോ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ വരുമ്പോൾ വളരെ പ്രയാസമായിട്ട് മുന്നോട്ട്. എനിക്ക് അവരവർക്ക് സങ്കടമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്? തെറ്റായി നമ്മൾ പഠിപ്പിച്ചു പോയി ജാതികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായിപ്പോയി. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, അങ്ങനെയല്ല. നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് ചോദിക്കുന്ന, നിങ്ങളുടെ പ്രത്യാശത്തെ കുറിച്ച് ചോദിക്കുന്ന ഏവരോട് സൗമ്യതയോടുകൂടെ ഉത്തരം പറയാൻ ഒരുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരെ വിട്ട് ഓടിപ്പോവുകയല്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ കണ്ടതിനും പിടിച്ചതിനും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഉത്തരം കൊടുക്കുകയല്ല, മാന്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട്. അവർക്ക് വേണ്ടി, അല്ലാണ്ട് തർക്കിക്കാൻ വേണ്ടിയുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തു പ്രപഞ്ച സൃഷ്ടിപ്പിന് മുമ്പേ ഉണ്ട്. അതാണ് ഈ വചനം കാണിക്കുന്നത്. അതായത് ആദിയിലും ആദിക്ക് മുമ്പേയും യേശു ഉണ്ട്. യേശു ആരായിരുന്നു? യേശു വചനം ദൈവമായിരുന്നു. ടെൻസറിയ വചനം ദൈവമായിരുന്നു. അപ്പൊ ഇന്ന് വചനം ആരായി? ആ വചനം എന്ത് ചെയ്തു? ദൈവത്തോടുള്ള സമത്വം വേണ്ടെന്ന് വെച്ചു. ഞാനല്ല പറഞ്ഞ ബൈബിൾ. അപ്പോ വചനം ദൈവത്തോടുള്ള സമത്വം വേണ്ടെന്ന് വെച്ച് താൻ ഒഴിച്ചു. എന്തൊഴിച്ചു വെച്ചു? ദൈവത്തെ ഒഴിച്ചു മാറ്റി. എന്തെങ്കിലും ഒഴിക്കണമല്ലോ. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്, ഒഴിച്ചു. എന്നിട്ട് ഇതാ അടുത്ത സെക്ഷൻ, 2 സെക്ഷനായ താഴ്ചയാണ്. തുടർന്ന് കാലസമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചു, വചനം മാംസമായി. അപ്പോ ഒരു സെക്ഷൻ വചനമായി, പിന്നെ അടുത്ത സെക്ഷൻ വചനം മാംസമായി, മനുഷ്യ ശരീരം സ്വീകരിച്ചു. അപ്പൊ 2 സെക്ഷനുകളായിട്ട് നാം. അപ്പോ പ്രിയ സഹോദരങ്ങൾ, ഇവിടെ ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. അപ്പോ ദൈവത്തോടുള്ള സമത്വം വേണ്ട എന്ന് വെച്ച് തന്നെത്താൻ ഒഴിച്ച്, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം പറയുന്നത് കേട്ടോ, നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചതാണ്. ആ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആരായിരുന്നു താൻ ദൈവമായിരുന്നു. ആ ദൈവത്തോടുള്ള സമത്വം വേണ്ട എന്ന് വെച്ചു. അപ്പൊ നമ്മൾ സമ്മതിക്കണ്ടേ? നമ്മൾ സമ്മതിക്കാതെ നമ്മൾ പിടിച്ചു വെച്ചോണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ വിശ്വാസം തെറ്റിപ്പോകും. വചനം എന്ത് പറഞ്ഞതിന് ആമേൻ പറയും കേട്ടോ. അങ്ങനെ ശീലിക്കണം. വിശ്വാസികളെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ പഠിപ്പിക്കണം. അവരുടെ പോക്കറ്റിലെ പണവും അവരുടെ സംതൃപ്തിയും ഒക്കെ അന്വേഷിച്ചുകൊണ്ട് അവർക്ക് തോന്നിയതുപോലെ മറ്റുള്ള ദേവദാസന്മാർ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിച്ചു കൊടുക്കരുത്. ബൈബിൾ എന്ത് പറഞ്ഞോ അതുപോലെ പഠിപ്പിക്കുന്നു. അപ്പൊ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ മാറ്റി. പണത്തിന്റെ പുറകെ അല്ല പോകട്ടോ, ദൈവത്തിന്റെ പുറകെ. പണം നിങ്ങളുടെ പുറകെ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് വർദ്ധിക്കാൻ ദൈവം എത്തിച്ചിരിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചേ. അപ്പോ ഈ ആദി, അപ്പോ ആദിക്ക് മുമ്പുള്ള വീടാണ് അനാദി. ഇതാണ് നമ്മൾ 90 സങ്കീർത്തനം പറയുന്നത്. ഇതാ പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, ഭൂമിയെയും ഭൂമണ്ഡലത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. അപ്പൊ ആദിക്ക് മുമ്പേ ഉള്ള വീടാണ് അനാദി. ആദിയിലാണ് ഈ പർവ്വതങ്ങളെയൊക്കെ ഉണ്ടാക്കിയത്. അപ്പൊ യേശു പറയാണ്, ഭൂമിയെയും പർവ്വതങ്ങളെയൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് എനിക്ക് നിന്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. അപ്പോ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു. അനാദിയിൽ
ദൈവമായിരുന്നു. ആ വ്യക്തിത്വം ഇതാ ഇവിടെ സ്പ്ലിറ്റ് ഓപ്പറേഷൻ ആരംഭിക്കുകയാണ്. സൃഷ്ടിപ്പിന് വേണ്ടി ഒരു സ്പ്ലിറ്റ് ഓപ്പറേഷനിലേക്ക് വരികയാണ്. ഇതാണ് നമ്മൾ വായിക്കുന്നത്. ആ സ്പ്ലിറ്റ് ഓപ്പറേഷൻ ചെയ്ത സമയത്താണ് ഇതാ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, നീ എന്റെ മകൻ, നീ എന്റെ പുത്രൻ എന്ന് ബൈബിൾ ആവർത്തിച്ച് പറയുന്നത് കഴിഞ്ഞ സമയത്ത് നമ്മൾ ഇതിനെ വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കി. 2-ാം സങ്കീർത്തനത്തിലും വെബ്രായ ലേഖനം ഇതിലൊക്കെ ഇത് പറയുന്നതാണ് നമ്മൾ കണ്ടു. ഇത് നമ്മൾ സൃഷ്ടിപ്പാനുള്ള ബന്ധത്തിന് താഴേക്ക് തിരികുകയാണ്. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ യെല്ലോ കഴിഞ്ഞിട്ട് ഇതാ ഈ ആദ്യത്തെ വലിയ യെല്ലോ ആണ് ദൈവം അല്ലെങ്കിൽ പിതാവായ ദൈവം. ഈ ദൈവത്തിലായിരുന്നു ഈ ചെറിയ റാം. ഇതാണ് വചനം, ക്രിസ്തു പുത്രൻ. നമ്മൾ വായിച്ചു കഴിഞ്ഞ സന്ദേശത്തിൽ. ഇപ്പോഴും നമ്മൾ അതൊന്ന് വായിക്കുന്നുണ്ട്. ഈ ദൈവം, അതായത് ഈ ദൈവപുത്രൻ ആരായിരുന്നു എന്നുള്ള ആ ചിന്ത കഴിഞ്ഞ സന്ദേശം വായിച്ചെങ്കിലും നമുക്ക് കേട്ട് പരിചയമില്ലാത്ത ഭാഗമായതുകൊണ്ട് നമ്മള് യേശുവിന് ജനനം, അതായത് വചനത്തിന് ജനനം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ എന്നുള്ള ചിന്തയിലേക്ക് അങ്ങനെ പറയാൻ പാടില്ലോ. ദൈവത്തിന് ജനനം ഇല്ലല്ലോ. കാരണം നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ വിഷയമാണ്. ദൈവത്തിന് ജനനമില്ല, പക്ഷെ ദൈവപുത്രന് ജനനമാണ്. പുത്രൻ എന്ന് പറയുമ്പോൾ തന്നെ ജനനമായി കഴിയും. പുത്രൻ, അപ്പനിൽ നിന്ന് ജനിച്ചതിനെയാണ് പുത്രൻ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ അതൊക്കെ കഴിഞ്ഞ നാളിൽ പഠിപ്പിക്കാൻ വിഷമിച്ചു. ബൈബിളിലുണ്ടെങ്കിലും പഠിപ്പിക്കാൻ വിഷമിച്ചു. ഇതാ എബ്രാഹിം ലേഖനം നമ്മൾ മനസ്സിലാക്കിയ സന്ദേശത്തിലേക്ക് വരാം. എബ്രാഹിം ലേഖനം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയാവുന്നത് അതിന്റെ 5-ാം വാക്യം. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഞാൻ അവന് പിതാവുമായിരിക്കും പുത്രനുമായിരിക്കുമെന്ന് ദൂതന്മാർ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ട്. ഇത് മനുഷ്യരുമായിട്ട് കമ്പയർ ചെയ്യല്ല, ദൂതന്മാരായിട്ട് കമ്പയർ ചെയ്യുകയാണ് ക്രിസ്തുവിനെ. അപ്പോ പിതാവ് പറയാണ്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോ ഇന്ന് ഞാൻ, അപ്പൊ അങ്ങനെ ഒരു ദിവസമുണ്ട്, എ ഡേ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ആരെ കുറിച്ച് പറയുന്നത് തൊട്ട് മുകളിലുണ്ട്, പുത്രനെ കുറിച്ചാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ദൈവം പണ്ട് ഭാഗമായിട്ട് വിധമായിട്ട് പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരുടെ അരുളി ചെയ്തു. അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കും. അപ്പൊ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കും. അവനെ താൻ സകലത്തിന് അവകാശിയാക്കി വെച്ചു. അപ്പൊ ആരെ കുറിച്ചാണ് പറയുന്നത്? പുത്രനെ കുറിച്ചാണ് പറയുന്നത്. ആ പുത്രനോടാണ് പറയുന്നത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കും. അപ്പോ ഇനി ആർക്കെങ്കിലും യേശു ക്രിസ്തുവിന് ജനനമില്ല എന്ന് പറഞ്ഞ് തർക്കിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നോടല്ല, ഈ വചനം കൊണ്ട് തർക്കിക്കാം. ഇനി 2-3 പേരുടെ സാക്ഷ്യം വഴി ഏതൊരു കാര്യം ഉറപ്പാക്കാം. ഇതിന്റെ തന്നെ പ്രവചന വാക്കാണ് സങ്കീർത്തനം 2-ാം അധ്യായത്തിലുള്ളത്. സങ്കീർത്തനം 2-ാം അധ്യായത്തിലുള്ളത് ഇതാ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഇതാ ഓളോടെ എല്ലാവരും ഇതാ ഇത് യഹോവ ആരാണ് പറയുന്നത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അതിന്റെ 7-ാം വാക്യം, ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തു. അതായത് യഹോവയാം ദൈവം യേശുവിനോട്, ക്രിസ്തുവിനോട് അരുളി ചെയ്തു, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കണം. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോ സഹോദരങ്ങളെ, എന്നെ എല്ലാവരും വിശ്വസിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ വിശ്വസിക്കും. ഹല്ലേലൂയ. സത്യം അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാണ്. അതാക്കുന്നില്ല നമ്മള് പഴയ ഡിനോമിനേഷൻ കെട്ടിലാണെന്ന് ഒരു കാര്യമില്ല. സ്വർഗത്തിൽ ഡിനോമിനേഷൻ ഇല്ല. അവിടെ കത്തോലിക്ക സഭയില്ല, അവിടെ IPC ഇല്ല, അവിടെ പ്രൊട്ടസ്റ്റന്റ് ഇല്ല, അവിടെ പെന്തക്കോസ്ത് ഇല്ല, അവിടെ AG ഇല്ല, അവിടെ ഷാരോൺ ഇല്ല. അപ്പോ ആ പിടിയിൽ നിന്നൊക്കെ വിട്ടിട്ട് ബൈബിളിന്റെ പിടിയിലേക്ക് വാ, വചനത്തിന്റെ പിടിയിലേക്ക് വാ. ഹല്ലേലൂയ. പണ്ടെന്ത് പഠിച്ചു എന്നുള്ളതല്ല വിഷയം. സത്യം അറിയുമ്പോൾ സത്യവചന പുസ്തകത്തിൽ നമ്മൾ അറിയാം. സത്യം അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ പുത്രനെ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടിയാണ്? ഇതെല്ലാം ക്രിയേഷന് വേണ്ടിയാണ്. സൃഷ്ടിപ്പും പരിപാലനവും ഇതിനു വേണ്ടിയാണ്. ഹവ്വ എന്തിനാണ് ഉണ്ടാക്കിയത്? ജനിപ്പിക്കുക, പരിപാലിക്കുക. അതിനുവേണ്ടി ഹവ്വ ഉണ്ടാക്കി. അപ്പോ ഹവ്വയെ ഉളവാക്കിയായിരുന്നു. ആ ഹവ്വയെ ആദത്തിൽ നിന്ന് ഉളവാക്കി. ഇതേപോലെ തന്നെ പിതാവായ ദൈവത്തിൽ നിന്ന് പുത്രനായ ക്രിസ്തുവിനെ ഉളവാക്കുകയാണ്. ഇനി അതുമായിട്ട് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പുത്രനിലൂടെ സൃഷ്ടിച്ചു. ആരുടെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സങ്കടത്തോടെ ചോദിച്ച ചോദ്യമാണ്. അപ്പോ ക്രിസ്തു സൃഷ്ടാവല്ലേ? കാരണം അവര് മനസ്സിലാക്കിയ തത്വം വെച്ചാണ് അവർ ചോദിക്കുന്നത്, വിഷമിച്ച് ചോദിക്കുക. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിലൂടെയാണ് പിതാവ് എല്ലാം സൃഷ്ടിച്ചത്. ക്രിസ്തുവിലൂടെയാണ് ദൈവം എല്ലാം സൃഷ്ടിച്ചത്. മനസ്സിലാക്കുക. സൃഷ്ടിച്ചത് പിതാവാണ്, അത് ചേർന്ന് മുഴുവൻ ക്രിസ്തുവാണ്. അതായത് ഒരു ഡയറക്ടർ ഒരു മാനേജർ റിലേഷൻ പോലെ.
ഡയറക്ടറാണ് എല്ലാം ചെയ്യുന്നത്. മാനേജർ ഡയറക്ടർ പറയുന്നതിനെ സാഫല്യമാക്കി. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തു പറയുന്നില്ലേ, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷെ എന്റെ പിതാവ് എന്ത് കാണിച്ചു തരുന്നു ഞാൻ അതേപോലെ ചെയ്യും. ആ റിലേഷൻഷിപ്പ്. ഗ്ലോറി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില വചനങ്ങൾ നമുക്ക് വായിക്കാം. കൊളോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-16 വാക്യം. കൊളോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-16 വാക്യം. ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. ശ്രദ്ധിച്ചു കേൾക്കുക. അദൃശ്യനായ ദൈവം എന്നല്ല പറയുന്നത്, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. ആദ്യജാതനും ആകുന്നു. സർവ സൃഷ്ടിക്കും, അതായത് എല്ലാ പർവ്വതങ്ങളും എന്തെങ്കിലും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആദ്യജാതൻ. ഞാനല്ല പറയുന്ന ബൈബിൾ. ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻ, who is the image of invisible God. Image of invisible God. Hallelujah. The first born of all creation. സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യമായി ജനിച്ചവനാണ്. ആദ്യമായി ജനിച്ചവനാണ്. അപ്പൊ ക്രിസ്തുവിന് എന്തുണ്ട്? ജനനമുണ്ട്. ഇപ്പൊ എത്ര വചനമായി? 3 വചനമായി പറയുന്നു. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇവിടെയും പറയുന്നു ഇതാ ക്രിസ്തുവിന് ജനനം. ഹല്ലേലൂയ. എന്നാൽ ദൈവം എന്നുള്ള നിലയിൽ ക്രിസ്തുവിന് ജനനമില്ല. ദൈവമായിരുന്നു, വചനം ദൈവമായി. എന്നാൽ പുത്രൻ എന്നുള്ള നിലയിൽ ജനനം. ഇനി ശ്രദ്ധിച്ചാട്ടെ, ഫസ്റ്റ് ബോൺ ഓഫ് ക്രിയേഷൻ. ഇനി സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന് നോക്കാം. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായ അദൃശ്യമായ, അതായത് സ്വർഗത്തിലുള്ളതൊക്കെ അദൃശ്യമായതാണ്, ഭൂമിയിലുള്ള ദൃശ്യമായതാണ്. സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ഇതിൽ നല്ലൊരു ബന്ധം. സിംഹാസനങ്ങളും കർത്തൃത്വങ്ങളും വാഴ്ചകളും അധികാരങ്ങളും ഒക്കെ അദൃശ്യമായ സൃഷ്ടിപ്പാണ്. അദൃശ്യമായ ദൂതന്മാരുടെയും ആ ദൂതമണ്ഡലങ്ങളുണ്ട്, തെറ്റിപ്പോയ പിശാചുക്കളുണ്ട്, അവരോട് നമുക്ക് പോരാട്ടമുണ്ട്, വാഴ്ചകളുടെ അധികാരങ്ങളും നമുക്ക് പറയുന്നില്ലേ, അതെല്ലാം ഇതിൽ വരുന്നുണ്ട്. ദൃശ്യവും അദൃശ്യവും. സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം. കണ്ടോ? മുഖാന്തരം. ഒരു ഡയറക്ടർ മാനേജർ മുഖാന്തരം കാര്യങ്ങൾ ചെയ്തു. ഇതേപോലെ ക്രിസ്തു മുഖാന്തരം പിതാവ് സൃഷ്ടിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അവൻ മുഖാന്തരം അവനായിട്ട് സൃഷ്ടിച്ചു. ഇതാണ് സൃഷ്ടിപ്പിൽ ഉള്ള ബന്ധം. ഇനി ഈ പുത്രനിലൂടെയാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നത്. യോഹന്നാൻ 1:3 ഇത് തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 1 മുതൽ വായിക്കാം. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കിടക്കും. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അതിൽ വചനം എല്ലാം പാസ്റ്റ് ടെൻസ് ആണ്. വചനം ഉണ്ടായിരുന്നു, അതായത് വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. അതിൽ ഈ വചനം ആരുടെ കൂടെയായിരുന്നു? ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. അപ്പൊ ഈ വചനം നമ്മൾ 90 സങ്കീർത്തനത്തിന്റെ ഹെൽപ്പ് കൂടി നോക്കുമ്പോൾ ഈ വചനം, അതായത് സകലം ഉണ്ടാകുന്നതിന് മുമ്പ് ക്രിസ്തു ദൈവത്തോട് കൂടെയായിരുന്നു. ഇവിടെ പറയുന്നു വചനം ദൈവമായി. ജനനത്തിന് മുമ്പ് പുത്രൻ പിതാവിന്റെ ഉള്ളിലാണ്. ഇതാണ് നമ്മൾ അബ്രഹവും ലേവിയും തമ്മിൽ റിലേഷൻഷിപ്പ് പഠിച്ചത്. കഴിഞ്ഞ സന്ദേശത്തില് ഞാനും എന്റെ മകനെ കുറിച്ച് പഠിച്ചു. എന്റെ മകനാണ് ഡോൺ. ഡോൺ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് മുമ്പ് ഡോൺ എന്റെ ഉള്ളിലായിരുന്നു. ഡോൺ ഷാജി ആയിരുന്നു. എന്റെ പേരാണ് ഷാജി. ഇപ്പൊ ഡോൺ ഷാജി ആയിരുന്നു. 1997 ഡിസംബർ 13-ാം തീയതിയാണ് ഇതാ ഈ ഭൂമിയിൽ ജനനം. എന്നാൽ അതിനു മുമ്പ് 1995, 96, 93 ഡോണ് എന്റെ ഉള്ളിലായിരുന്നു, ഷാജിയായിരുന്നു. എന്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച സീഡ് അത് എന്റെ വൈഫിന് ലഭ്യമായപ്പോഴാണ് തുടർന്ന് ഏകദേശം 10 മാസം കൊണ്ട് ഇതാ അവിടെ രൂപാന്തരപ്പെട്ട് ഇതാ ഭൂമിയിലേക്ക് ഇറങ്ങും. അപ്പോഴാണ് ജനനം. പ്രിയ സഹോദരനെ, അപ്പൊ ജനനത്തിന് മുമ്പ് ഇതാ പിതാവിന്റെ ഉള്ളിലാണ് അത്, അല്ലെങ്കിൽ ആ പിതാവാണ്. അപ്പോ യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് യേശുക്രിസ്തു ആരായിരുന്നു? യേശുക്രിസ്തു ആ വചനമാകുന്നതിന് മുമ്പ് യേശുക്രിസ്തു ദൈവമായി. ആ വചനം നേരത്തെ ആരായിരുന്നു? ദൈവമായിരുന്നു. എന്നാൽ ജനിച്ചപ്പോൾ ആരായിരുന്നു? ദൈവപുത്രനായി. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ എന്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അതുപോലെ ദൈവപുത്രനാണ്, ദൈവത്തിന്റെ വചനമാണ്. ആ ദൈവപുത്രനാണ് സകലം സൃഷ്ടിച്ചത്. ആ വചനമാണ് സകലം സൃഷ്ടിച്ചത് എന്ന് ബൈബിൾ പറയുന്നു. ഞാൻ നാമേ പറയുന്നു. അപ്പോ ശ്രദ്ധിച്ചേ, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഇതാണ് സൃഷ്ടിപ്പ്.
സകലവും അവൻ മുഖാന്തരം. എല്ലാം മുഖാന്തരം എന്ന് പറഞ്ഞ് അവിടെ കാണിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാ പുത്രനിലൂടെയാണ് പിതാവ് സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ ഇങ്ങനെ ഇതാമായിരുന്നു, ക്രിസ്തു സകലം സൃഷ്ടിച്ചു. ഇവിടെ ക്രിസ്തുവാണ് സൃഷ്ടിച്ചത്, ക്രിസ്തുവിലൂടെയാണ് സൃഷ്ടിച്ചത്. ഒരു ഡയറക്ടർ മാനേജർ റിലേഷൻഷിപ്പ് മനസ്സിലാവുന്നത്. എല്ലാം ത്രൂ വേർഡ്, ത്രൂ ദ സൺ ഓഫ് ഗോഡ്, ത്രൂ ജീസസ് ക്രൈസ്റ്റ് സൃഷ്ടിച്ചു. ഞാനല്ല പറയുന്ന ബൈബിളാണ്. സകലവും അവൻ മുഖാന്തരം ഉളവായിട്ടൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. എല്ലാം ക്രിസ്തു മുഖാന്തരം ഉളവായി, എല്ലാം ക്രിസ്തു മുഖാന്തരം. ഇനി ഇത് സദൃശവാക്യത്തിൽ പറയുന്ന രംഗം നമ്മളിതൊക്കെ ജസ്റ്റ് കമ്പി വാചകത്തിൽ നേരത്തെ ചിന്തിച്ചു പോയതാണ്. എന്നാൽ സാധാരണ മൈൻഡ് സെറ്റ് ഉള്ളതൊന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടെയും പറയുന്നു, ദൈവം ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്നെ ഉളവാക്കി. പുത്രനെ കുറിച്ച് പറയാണ്, പുത്രനാണ് ദൈവികത്തിന്റെ ജ്ഞാനം. എന്നെ ഉളവാക്കി, സകലത്തും ഉണ്ടാകുന്നതിന് മുമ്പ് എന്നെ ഉളവാക്കി. അതെല്ലാം ഉണ്ടാക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ അടുക്കൽ ഒരു ശില്പിയായിരുന്നു, ഒരു മാനേജറായിരുന്നു. ഇതാണ് നമുക്ക് കാണാൻ കഴിയാവുന്നത്. ദൈവത്തിന്റെ ജ്ഞാനമായ ക്രിസ്തുവിനെ കുറിച്ച് പ്രൊവേർബ് 8 സദൃശവാക്യം 8 അധ്യായം 23 മുതൽ നമ്മൾ വായിക്കുമ്പോൾ 23 മുതൽ വായിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ് ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ച് പറയുന്നത്. കൊരിന്ത്യർ ലേഖനം 1 അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും ദൈവത്തിന്റെ ജ്ഞാനമാണ് ക്രിസ്തു വചനം. അവർ എഴുതിയിരിക്കുന്നു, ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, യോഹന്നാൻ 17:5 ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് നിന്നോടുകൂടി ഉണ്ടായിരുന്നോ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരുന്നു. ആഴങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. അപ്പൊ തനിക്ക് എന്തുണ്ട്? തനിക്ക് ജനനമുണ്ട്, ജനിച്ചിരിക്കുന്നു. വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ, പർവ്വതങ്ങൾ സ്ഥാപിച്ചതിന് മുമ്പേയും കുന്നുകൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു. വീണ്ടും പറയുന്നു, ഞാൻ ജനിച്ചിരിക്കുന്നു. അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിലെ പൊടികളുടെ തുകയെ ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് തന്നെ. കണ്ടോ, വ്യക്തതയോട് പറയാണ്. യോഹന്നാൻ 17:5 ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇതിനോട് അലയം ചെയ്യപ്പെട്ടു പോവുകയാണ്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുക, അവരെല്ലാം ഇണയേക്കാം. അവൻ ആകാശം ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പിതാവായ ദൈവമേ, ആകാശം ഉറപ്പിച്ചപ്പോൾ, സൃഷ്ടിച്ച സമയത്ത് പോലെ ആകാശം ഭൂമി. അവൻ ആഴത്തിന്റെ ഒരു ഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും, അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും, ആഴത്തിന്റെ ഉറവുകൾ തടിപ്പിച്ചപ്പോഴും, വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിർ വെച്ചപ്പോഴും, ഭൂമിയിൽ അടിസ്ഥാനം ഇട്ടപ്പോഴും. അപ്പൊ അന്നൊന്നും ഭൂമിയില്ല, ഭൂമിയിൽ അടിസ്ഥാനം ഇട്ടപ്പോഴും ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഈസ് ദ മാനേജർ. ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഇടപെടാതെ അവന്റെ ഒപ്പം വിനോദിച്ചുകൊണ്ട് ദിനം പ്രതി അവന്റെ പ്രമോദമായിരുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ വാക്കുകൾ നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ ഈ ഭാഗങ്ങൾ ഈ 3 വാക്യങ്ങൾ നമ്മൾ കേട്ടല്ലോ. ഈ 3 വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശു ക്രിസ്തുവിലൂടെ, വചനത്തിലൂടെ ദൈവം സൃഷ്ടിച്ചു. ദൈവം സകലതും തന്റെ വചനത്താൽ സൃഷ്ടിച്ചു. എല്ലാം വചനത്താൽ സൃഷ്ടിച്ചു, വചനത്താൽ പരിപാലിച്ചു. ഹല്ലേലൂയ. ഇരുത്താഴേക്ക് വരുമ്പോ നമുക്ക് കാണാം വെളിപ്പാട് 3:14 ഈ പുത്രനെ കുറിച്ച് പറയുകയാണ്, ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ. അവിടെ പറയുന്നു, ഈ ആരംഭമായ ആമേൻ ആരാണ്? സകല സൃഷ്ടിപ്പിനും ദൃക്സാക്ഷിയായിരുന്നു. താനാണ് ചെയ്തത്. പിതാവായ ദൈവത്തിന്റെ കൽപ്പനയാൽ ക്രിസ്തുവാണ് സൃഷ്ടിപ്പ് നടത്തിയത്. ദൃക്സാക്ഷിയായിരുന്നു. വെളിപ്പാട് പുസ്തകവും 3:14. വെളിപ്പാട് പുസ്തകം 3:14 അവിടെ എഴുതിയിരിക്കുന്നു, ലവോദിക്കയിലെ സഭയുടെ ദൂതനെ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി. ഇപ്പൊ യേശു ഇവിടെ തന്നെ പറയുന്നത് താൻ ഒരു സാക്ഷിയാണ്. നമ്മൾ കോടതിയിലൊക്കെ ചെല്ലുമ്പോ സാക്ഷി ഉണ്ടോ എന്നൊക്കെ പറ്റില്ലേ? അത് ദൃക്സാക്ഷി. കണ്ടവരാരെങ്കിലും ഉണ്ടോ? ഇവിടെ യേശു പറയാണ്, സൃഷ്ടിപ്പ് ഞാൻ കണ്ടതാണ്. സൃഷ്ടിപ്പ് ഞാൻ കണ്ടതാണ്. ഹല്ലേലൂയ. വേറെ ആരും കണ്ടിട്ടില്ല. വചനം മാത്രമേ കണ്ടുള്ളൂ. ദൈവപുത്രനായ ക്രിസ്തു മാത്രമേ കണ്ടുള്ളൂ. ഞാൻ കണ്ടതാണ് സൃഷ്ടിപ്പ്. അവിടെ എഴുതിയിരിക്കുകയാണ്, വിശ്വസ്തന സത്യവാനുമായ സാക്ഷിയായി. എന്തിന്റെ സാക്ഷി? ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ. ആമേൻ എന്ന് പറഞ്ഞ യേശുവിന്റെ മറ്റൊരു പേരാണ്. അപ്പൊ ദൈവ സൃഷ്ടിയുടെ സാക്ഷിയാണ് ഞാൻ. അവിടെ എഴുതിയിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ കുറച്ചുകൂടി വ്യക്തതയോടെ മനസ്സിലാവും. And the angel of the church in Laodicea write, these things said the Amen, the faithful and true witness,
എന്തിന്റെ വിറ്റ്നസ്? ഫെയ്ത്ത്ഫുൾ, വിശ്വസ്ത സത്യവാനുമാണ്, സാക്ഷിയാണ് ഞാൻ. എന്തിന്റെ? The beginning of the creation of God. Oh, glory to God. Oh, glory to God. ഇതിനെ വെട്ടിക്കളയാൻ പറ്റുമോ? ബൈബിളിൽ നിന്ന് വെട്ടിക്കളയാൻ പറ്റുമോ? The beginning of the creation of God. ദൈവ സൃഷ്ടിയുടെ ആരംഭത്തിന്റെ വിശ്വസ്തനായ സാക്ഷിയാണ് ഞാൻ എന്ന് യേശു പറയുന്നതിനെ വെട്ടിക്കളയാൻ പറ്റുമോ? ഹല്ലേലൂയ. സത്യം മനസ്സിലായി ഞാൻ ചിന്തിക്കുന്നു. ഞാൻ ഒന്നും എന്റെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടില്ല. എനിക്കെന്നെ കഴിയത്തുമില്ല. കാരണം എന്നെ നിയമിച്ചാക്കിയത് സ്വർഗം. ഹല്ലേലൂയ. Father, we thank you. അപ്പൊ യേശു ക്രിസ്തു സാക്ഷിയാണ്. എന്തിന്റെ? സൃഷ്ടിപ്പിന്റെ സാക്ഷി. താൻ സൃഷ്ടിപ്പിന്റെ ശില്പിയാണ്, താൻ മാനേജറാണ്. പിതാവിന്റെ കൽപ്പനയാൽ പിതാവിന് വേണ്ടി ഇതാ പുത്രനാണ് ഇതൊക്കെ ചെയ്തത്. ഹല്ലേലൂയ. നമ്മൾ താഴേക്ക് വരുമ്പോ നമുക്ക് വീണ്ടും ഇതാ പുത്രനാണ്. വചനത്തിന്റെ മറ്റൊരു പേരാണ് പുത്രൻ, ദൈവപുത്രൻ. അതാ ആ ദൈവപുത്രനാണ് ഇതൊക്കെ ചെയ്തത്. നമ്മൾ നേരത്തെ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ വന്നായിരുന്നല്ലോ. അപ്പൊ എബ്രായ ലേഖനം 1-ാം അധ്യായം നമുക്ക് വീണ്ടും അങ്ങോട്ടേക്ക് കടന്നു പോകാം. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ എഴുതിയിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ. ദൈവം പണ്ട് ഭാഗമായിട്ട് വിധമായിട്ട് പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരെ അരുളി ചെയ്തു. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മുടെ അരുളി ചെയ്തിരിക്കുന്നു. അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മുടെ അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിന് അവകാശിയാക്കി വെച്ചു. ശ്രദ്ധിച്ചോ, അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. മുഖാന്തരം 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 ത്രൂ ത്രൂ ത്രൂ. He is the manager. He was the manager and he is the manager. He is the regulator. He is the controller. Who? Jesus Christ, the Word. Who is God? ആരാണ് ദൈവം? പിതാവായ ദൈവം. യേശു ആരാണ്? കർത്താവായ യേശു, ദൈവപുത്രനായ യേശു, നമ്മുടെ ലീഡറായ യേശു, നമ്മുടെ തലയായ യേശു. ആരല്ല? പിതാവായ ദൈവം. വ്യക്തതയോടെ മനസ്സിലാക്കും, വ്യക്തതയോടെ മനസ്സിലാക്കും. ക്രിസ്തുവിന്റെ തല ദൈവം. ആര് പറഞ്ഞു? ബൈബിൾ പറഞ്ഞു. ഞാൻ ആമേൻ പറയുന്നു. സഹോദരങ്ങളെ, എനിക്ക് പോരാട്ടം നിങ്ങളോടല്ല, എന്റെ പോരാട്ടം പിശാചിനോടും എന്റെ കൂട്ടിനോടും. അവരാ നിങ്ങളെ തെറ്റിച്ചുകൊണ്ട് പോയി. ഹല്ലേലൂയ. അട്ടിമറിക്കപ്പെട്ട ക്രിസ്തീയ വിശ്വാസം. ഓളോടെല്ലാം നിങ്ങളെല്ലാം എന്റെ സഹോദരങ്ങളാണ്. നിങ്ങളോട് ദേഷ്യപ്പെട്ടാലും ഞാൻ നിങ്ങൾ ചുംബിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്യുന്നു. അവൻ മുഖാന്തരം, പുത്ര മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അപ്പൊ ഈ പുത്ര മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കിയെങ്കിൽ ഈ വചനവും യോഹന്നാൻ 1:3 കമ്പയർ ചെയ്യുമ്പോൾ ഈ പുത്രന്റെ പേരില്ലേ വചനം? വചനത്തിലൂടെ സകലത ഉണ്ടാക്കി. ഇവിടെ പറയുന്ന പുത്രനിലൂടെ സകലത ഉണ്ടാക്കി. അപ്പോ കന്യകാമറിയത്തിന് ജനിച്ചപ്പോഴല്ലല്ലോ പുത്രനായത്, നേരത്തെ തന്നെ പുത്രനല്ലേ. ആ പുത്രനല്ലേ സകലത്തെ ഉളവാക്കിയത്, സകലത്തെ ഉണ്ടാക്കിയത്. ആ വചനത്തിലൂടെയല്ലേ ദൈവം സകലത്തെ ഉളവാക്കിയത്. ആ വചനത്തിന്റെ പേരാണ് ദൈവപുത്രൻ. മനസ്സിലായോ? ആ ദൈവപുത്രൻ, ആ വചനത്തെ ഉളവാക്കിയ പീരീഡിലാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അല്ല, ഇതിനു വേണ്ടിയാണ് ക്രിയേഷൻ ആൻഡ് ഇറ്റ്സ് റെഗുലേഷൻ ആൻഡ് മാനേജ്മെന്റ്. ഹല്ലേലൂയ. ഒന്നോടെ എല്ലാവരും ആ പുത്രനാണ് ദൈവത്തിന്റെ സകല പ്രോപ്പർട്ടിയുടെ അവകാശിയാക്കി വെച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ? ഇതാ അവിടെ എഴുതിയിരിക്കുന്നു, അവനെ താൻ സകലത്തിന് അവകാശിയാക്കി വെച്ചു. അവകാശി, ദൈവത്തിന്റെ സകല പ്രോപ്പർട്ടിയുടെയും രാജാവാണ് വചനം ക്രിസ്തു. ഇതാണ് സങ്കീർത്തനം 2-ാം അധ്യായത്തിൽ. ഒന്നോടെ എല്ലാവരും സങ്കീർത്തനം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ഈ പ്രവചന വാക്കുകൾ. ഇതായത് 2-ാം വാക്യം, 2-ാം അധ്യായം 2-ാം വാക്യം. യഹോവയ്ക്ക് അവന്റെ അഭിഷിക്തന് വിരോധമായി. ഇവ രണ്ട് പേരാണ് കേട്ടോ, പക്ഷെ അവരൊന്നാണ്, അവരുടെ വില്ലൊന്നാണ്. യഹോവയ്ക്ക് അവന്റെ അഭിഷിക്തന് വിരോധമായി ഭൂമിയിൽ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും, യഹോവയുടെ അഭിഷിക്തനാണ് ക്രിസ്തു, വചനം, ദൈവപുത്രൻ. ഭൂമിയിൽ രാജാക്കന്മാർ എഴുന്നേൽക്കുക അതിവിധത്തിൽ ആലോചിക്കുകയും ചെയ്യുന്നു.
എന്നിട്ട് പറയാണ് ആരാണാവും? അതിന്റെ 6-ാം വാക്യം, എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴ്ത്തിയിരിക്കുന്നു. യഹോവയുടെ രാജാവാണ്, ഭൂമിയുടെ കൺട്രോൾ അല്ലെങ്കിൽ സകലത്തിന്റെ കൺട്രോൾ നിവർത്തിക്കുന്ന രാജാവാണ് ക്രിസ്തു. ആ ക്രിസ്തുവിലൂടെയാണ് സകലം ഉണ്ടാക്കിയത്. എവിടെ വാഴ്ചവെക്കുന്നു? വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ രാജാവിനെ വാഴ്ത്തിയിരിക്കുന്നു. അത് ഈ വാഴ്ച പിതാവായ ദൈവത്തെ ക്യാൻസൽ ചെയ്യാനുള്ളതല്ല. ആദ്യം മനസ്സിലാക്കുക. അത് അവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മൾ സകലം നമ്മളെ തന്നെ വലിയൊരു ഭാഗം ക്യാൻസൽ ചെയ്ത് കളയുക. അങ്ങനെ ക്യാൻസൽ ചെയ്യരുത്. യേശു നമുക്ക് കർത്താവാണ്, നമുക്ക് തലയാണ്, നമ്മുടെ നായകനാണ്. അതുകൊണ്ടാണ് നമ്മൾ പാടിയ പാട്ടിലും പാടിയത്, ആശ്രയം ആശ്രയം എന്നേശുവേ, അങ്ങനെ ആശ്രയം അല്ലയോ പാരിലല്ല, അങ്ങേ പിരിഞ്ഞൊരു ജീവിതമില്ലേനി, എല്ലാം യേശു അത്രേ. പക്ഷേ യേശുവിന്റെ നാമത്തിന് മുകളിൽ ഒരൊറ്റ നാമമേ ഉള്ളൂ, അതാണ് പിതാവിന്റെ. യേശുവിന്റെ തല ബൈബിൾ പറയും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അത് നാം മാറ്റിക്കളയും. ഇനി താഴേക്ക് വരുമ്പോ നമുക്കവിടെ കാണാം നാം എന്തുകൊണ്ട് പുത്രനിൽ ആശ്രയിക്കണം. എല്ലാവരും താഴെ എഴുതിയിട്ടുണ്ട്. വിശുദ്ധമായ സിയോനിൽ രാജാവിനെ വാഴ്ത്തിയിരിക്കുന്നു. ഇനി താഴേക്ക് വരുമ്പോ അവിടെ നമുക്ക് എഴുതിയിരിക്കുന്ന കാര്യം കാണാം. ആ പുത്രൻ അവിടെ എഴുതിയിരിക്കുക, ദൈവത്തെ എഴുതിയിരിക്കുകയാണ്. ദൈവ വചനം എഴുതിയിരിക്കുന്ന കാര്യം 2-ാമത്തെ 15-ാം വാക്യം, ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ യഹോവയുടെ യഹോവ അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴി വെച്ച് നശിക്കാതിരിപ്പാൻ. ദൈവം കോപിച്ചിട്ട് നമ്മൾ വഴി വെച്ച് നശിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? പുത്രനെ ചുംബിപ്പിൻ, വചനത്തെ ചുംബിപ്പിൻ, യേശുവിനെ ചുംബിപ്പിൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻ. അപ്പോ ദൈവം തന്നെ, പിതാവ് തന്നെ നമ്മളോട് പറയുകയാണെങ്കിൽ പുത്രനെ ചുംബിപ്പിൻ. അങ്ങനെ നമുക്ക് അതിലൂടെ ദൈവത്തെ ശരണമാക്കുവാനായിട്ട് കഴിയും. മനുഷ്യരായ നമ്മൾ അറ്റാച്ച് ചെയ്യപ്പെടുന്നത് ഇതാ മുന്തിരിവള്ളിയായ ക്രിസ്തുവുമായിട്ടാണ്, വചനവുമായിട്ട്. നമ്മൾ അങ്ങനെ പുത്രനെ ചുംബിക്കുമ്പോൾ നമ്മൾ പുത്രനിലൂടെ പിതാവിനെയാണ് ആശ്രയിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പുത്രനിലൂടെ പിതാവിനെ ആശ്രയിക്കുന്നു. ആ മുന്തിരിവള്ളിക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നത് ആരാ? പിതാവായ തോട്ടക്കാരൻ. നമ്മൾ ആരുമായിട്ട് കണക്ട് ചെയ്തിരിക്കണേ? മുന്തിരിയുടെ ക്രിസ്തുവായ. അങ്ങനെ സ്വർഗത്തിൽ പിതാവ്, ഭൂമിയിൽ മനുഷ്യരായ നമ്മൾ, ഇത് രണ്ടിന്റെ ഇടയിൽ മുന്തിരിവള്ളി. സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലുള്ള ഏക മാധ്യസ്ഥൻ. കർത്താവ് പറഞ്ഞു, വിത്തൗട്ട് മീ, എന്നെ കൂടാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോ ആ ക്രിസ്തുവിലൂടെ, പുത്രനിലൂടെ പിതാവിന്റെ അടുക്കൽ എത്താം. അല്ലാണ്ട് ആ മുന്തിരിവള്ളിയെ ദൈവമായിട്ട് കൺസിഡർ ചെയ്ത്, പിതാവായിട്ട് കൺസിഡർ ചെയ്ത് നമ്മൾ അവിടെ ആരാധിച്ച് അവസാനിക്കുകയല്ല വേണ്ടത്. നമ്മൾ ആ ക്രിസ്തുവിലൂടെ, ആ മധ്യസ്ഥനിലൂടെ, ദൈവവച മധ്യസ്ഥനിലൂടെ പിതാവിന്റെ അടുക്കിലേക്ക് എത്തിച്ചേരണം. ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇതുകൊണ്ടാണ് കർത്താവിന്റെ ദൈവത്തിന്റെ വചനം പറയുന്നത്, കർത്താവ് പറയുന്നത് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ നിങ്ങൾ എന്നിൽ അവസാനിക്കണമെന്നല്ല, നിങ്ങൾ പിതാവിന്റെ അടുക്കലെത്തണം. ഹല്ലേലൂയ. ഇതൊരു എബ്രായ ലേഖനം പറയുന്നത്, താൻ മുഖാന്തരം 7:25, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ താൻ മുഖാന്തരം എന്ത് വേണം? അവിടെ മുഖാന്തരം വേണം, മുഖാന്തരം ദൈവത്തോട് അടുക്കണം. അപ്പൊ ഈ ചിന്തകളൊന്നും മറന്നു പോകരുത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇതാ തന്റെ രക്തത്താൽ യേശു ക്രിസ്തു ഈ സർവ്വജനത്തെയും പിതാവിനായി, ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. അപ്പൊ വിലയ്ക്ക് വാങ്ങിയത് ആർക്ക് വേണ്ടിയാണോ അവിടെ നാം എത്തിച്ചേരുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. ഇനിയും നമ്മൾ ആ ഭാഗത്തേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തില് നമ്മൾ ഈ സൃഷ്ടിപ്പിന്റെ പദ്ധതി നിങ്ങൾ ഇവിടെ കഴിഞ്ഞു, ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ. ഇനി അടുത്ത പ്രിന്റിലേക്ക് നമ്മൾ പോവുകയാണ്, നീങ്ങുകയാണ്. ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ ഫസ്റ്റ് ടു ലാസ്റ്റ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്, തുടക്കം മുതൽ അവസാനം വരെ. കേട്ടോ? ഹല്ലേലൂയ. ഇതാ അടുത്തത്. ഇപ്പൊ വചനമായി he emptied himself and he became the word. അപ്പോ ദൈവപുത്രനായി മാറി, തുടർന്ന് ദൈവത്തോടെ ശബ്ദം മുറുകെ പിടിക്കാതെ ദൈവപുത്രനായിട്ട് മാറിയ ആ ലെവലിൽ നിന്ന് ഇനി കാലസമ്പൂർണ്ണതയിൽ വചനം ഓൾറെഡി ഉണ്ട്, ദൈവപുത്രൻ ഓൾറെഡി ഉണ്ട്, വചനം മാംസമായി മാറാൻ പോവുകയാണ്. അടുത്ത ചിത്രം നിങ്ങൾക്ക് കാണാം, വചനം മാംസമായി മാറുന്നു. ഇതാ ഒരു ശിശു ജനിക്കുന്ന രംഗമാണ്. ആ വചനം എന്തായി മാറുന്നു? മാംസമായി മാറുന്നു. നമുക്കറിയാം 33 വർഷക്കാലം, ഏകദേശം 33 വർഷക്കാലം ഭൂമിയിൽ നമ്മോടുകൂടി ജീവിച്ചു.
ഈ വചനം ഭൂമി അവരോട് ജീവിച്ചപ്പോൾ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ച ഇമാനുവലാണ്, യഥാർത്ഥ ഒരു മനുഷ്യനാണ് ഇവിടെ അവതരിച്ചത്. യഥാർത്ഥ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഹീസ് എ കണ്ടെയ്നർ ഓഫ് ഗാഡ്, ദൈവത്തിന്റെ കണ്ടെയ്നറാണ്. ആദം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കണ്ടെയ്നർ. ആരത്തെ ഉണ്ടാക്കി? ഊതി, ദൈവം ഉള്ളിൽ വസിക്കും. ഇതേപോലെ തന്നെ ക്രിസ്തു ദൈവത്തിന്റെ കണ്ടെയ്നർ. ഇതേപോലെ ഞാനും നിങ്ങളും ഒക്കെ ദൈവത്തിന്റെ കണ്ടെയ്നറായി മാറണം. ഹല്ലേലൂയ. നമ്മൾ എവിടെ ചെന്നാലും അവിടെ ദൈവമായി. ദൈവം വെളിപ്പെടണം. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു, ക്രിസ്തുവിന്റെ ഉള്ളിൽ പിതാവ് വസിക്കുന്നു. അങ്ങനെ ദൈവം ഭൂമിയിൽ വെളിപ്പെടും. ഇതുപോലെയാണ് സംഘോദന 6:16 പറയുന്നത്, ഞാൻ നിങ്ങളിൽ വസിക്കുകയും നിങ്ങളിൽ നടക്കുകയും ചെയ്യും. അപ്പൊ ഒരു മനുഷ്യൻ എവിടെ ചെന്നാലും ആ മനുഷ്യൻ ചെല്ലുമ്പോൾ അവിടെ എല്ലാം ഇമാനുവൽ നിറയാൻ പോകും. ദൈവം മനുഷ്യരോട് കൂടെ ആകാൻ പോകും. ദൈവം മനുഷ്യരോട് കൂടെ ആകാൻ പോകും. അപ്പോ ഇത് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഇതാ ഈ ഒരു പീരീഡ് ഭൂമിയിൽ കടന്നു വരുവാനായിട്ട് ഇടയായി. നമുക്കെല്ലാം നമ്മുടെ എല്ലാം മുമ്പിൽ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം വ്യക്തതയോടെ കാണിച്ചു. ഹി ഈസ് ദ ഫോർ റണ്ണർ. ദൈവത്തിന്റെ പകരം എബ്രാഹിം പറയുന്നു, യേശു ക്രിസ്തു നമുക്ക് മുമ്പേ ഓടി വരാം, നമുക്ക് മാതൃക. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില വചനങ്ങൾ നമുക്ക് വായിക്കാം. അപ്പൊ ഇപ്പൊ വന്നേക്കണേ ടൈമിലേക്കാണ് വന്നേക്കണത് കേട്ടോ, സമയത്തിലേക്ക് വന്നേക്കണേ, ഭൂമിയിലേക്ക് വന്ന് സമയത്തിലേക്ക് വന്നു. ഇതുമായിട്ട് ബന്ധത്തില് യോഹന്നാൻ സുവിശേഷം 1:14 നമുക്കറിയാം, വചനം ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇനി ആയിരുന്നു എന്ന് പറഞ്ഞ ആയിരുന്നു പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു പോയി അല്ലെ. ഇനി ആ വചനം മാംസമായി നമ്മളോട് വസിച്ചു. കണ്ടോ, പ്രസന്റ് ടെൻസ് വരിക, പ്രസന്റ് ടെൻസ്. ഹല്ലേലൂയ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് വരികയാണ്. വർത്തമാനകാലം, തുടർന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലം വരിക. യോഹന്നാന്റെ സുവിശേഷം 1:14. ആ വചനം എന്തായി മാറി? അവിടെ എഴുതിയിരിക്കുന്നു, വചനം ജഡമായി തീർന്നു, കൃപയോ സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. പാർത്തു. ആ ഒരു പ്രസന്റ് പീരീഡിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ ഇത് പറയുമ്പോ പാർത്തായിരുന്നു, പാർത്തായിരുന്നു, കാരണം കുറെ കാലം കഴിഞ്ഞില്ലേ. പക്ഷെ അന്നത്തെ പീരീഡ് പറയാണ് പാർത്തു, പാർത്തു. ലോറി. അപ്പോ ഇനി വരാൻ പോണ കാര്യമാണെന്നുണ്ടെങ്കിൽ പാർക്കും, നമ്മുടെ കൂടെ പാർക്കും. വെളിപ്പാട് പുസ്തകം 21:3 ദൈവം നമ്മളോട് പാർക്കും എന്നുള്ള ദൈവത്തിന്റെ കൂടാരം മനുഷ്യരുടെ കൂടെ വരാൻ പോകുന്നതോട് പ്രത്യാശയാണ്. അപ്പോ പ്രിയ സഹോദരങ്ങൾ, ഇവിടെ പറയുന്നു വചനം ജഡമായി തീർന്നു, കൃപ സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ നമ്മുടെ ഇടയിൽ പാർത്തപ്പോ നമ്മൾ എന്ത് കണ്ടു? ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായ തേജസ്സായി കണ്ടു. ആ പിതാവിൽ നിന്ന് ഏകജാതനായ തേജസ്, ആ ക്രിസ്തുവില് എന്ത് കാണാൻ പറ്റി? പിതാവിന്റെ തേജസ്സിനെ കാണാൻ പറ്റി. ഹല്ലേലൂയ. കാരണം ക്രിസ്തുവിന്റെ ഉള്ളിൽ ആരാ? പിതാവാണ് വസിക്കുന്നത്. ഒരു മനുഷ്യന്റെ ആത്മമണ്ഡലത്തിൽ അവനൊരു കണ്ടെയ്നറാണ്. മനുഷ്യൻ കണ്ടെയ്നറാണ്. നമ്മൾ കഴിഞ്ഞ സന്ദേശത്തില് ഇതാ പല പല കണ്ടെയ്നറുകളുണ്ട്. ഇതാ ഇത് കുപ്പി ഇല്ലേ, ഇത് വെള്ളം എടുക്കാനുള്ള ഒരു കണ്ടെയ്നറാണ്. ഇതേപോലെ തന്നെ ഇതാ പാല് എടുത്ത കണ്ടെയ്നർ നമ്മൾ കണ്ടു, പലത് അച്ചാറെടുത്ത കണ്ടെയ്നർ കണ്ടു. ഇതേപോലെ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവം വസിക്കാനുള്ള കണ്ടെയ്നർ. അപ്പോ ഈ ഒരു സംഭവത്തില് ഇതാ നമ്മോട് കൂടെ വസിക്കുക. ഇതുകൊണ്ടാണ് മത്തായി 1:22 പറയുന്നത്, പിതാവിന്റെ ഏകജാതനായ തേജസ്സായി കണ്ടു. അപ്പൊ ദൈവത്തിന്റെ തേജസ് യേശുവിൽ കണ്ടു. കാരണം ദൈവം മനുഷ്യരോട് കൂടെ യേശുവിൽ എത്തിക്കഴിഞ്ഞു. മത്തായിയുടെ സുവിശേഷം 1-ാം അതിന്റെ 21-22 വാക്യം വായിക്കുമ്പോ അവിടെ കാണാം ദൂതൻ പറയുന്ന രംഗം. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിക്കാതിരിക്കേണ്ട, നീ അവനെ യേശു എന്ന് പേരിടാണ്. യേശു എന്ന് പേരാണ്. അപ്പൊ യേശു എന്ന ഒരു മനുഷ്യൻ, അവൻ, പക്ഷെ അവന്റെ ഉള്ളിലാണ് ദൈവം വസിക്കുന്നത്. തുടർന്ന് താഴേക്ക് വരിക, കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. ദൈവം നമ്മോടുകൂടെ. അപ്പോ യേശു എന്ന മനുഷ്യന്റെ ഉള്ളിൽ, അത് മനുഷ്യപുത്രനെ കുറിച്ചാണ്. മനുഷ്യപുത്രന്റെ ഉള്ളിൽ ആരാണ്? ദൈവമാണ്. അപ്പൊ യേശു ആരായി? ദൈവപുത്രനാണ്. ഒരു സമയത്ത് മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സമയത്ത് മനുഷ്യനുമാണ്, ദൈവപുത്രനുമാണ്. നമ്മൾ കണ്ടു, ആദം ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകനാ. ലൂക്കോസ് സുവിശേഷം നമ്മൾ കാണുന്നു അല്ലെ, ആദം ദൈവത്തിന്റെ മകൻ. പക്ഷെ ആദം ആ സമയത്ത് തന്നെ മനുഷ്യൻ. അപ്പോ ആദത്തിൽ മനുഷ്യന്റെ പാർട്ടും ഉണ്ട്, ദൈവത്തിന്റെ പാർട്ടും ഉണ്ട്. അതാണ് ഒന്നാം ആദം. യേശുവിനെ വിളിക്കുന്ന ആദം ഒടുക്കത്തെ ആദം. ഒടുക്കത്തെ ആദത്തിൽ എന്തുണ്ട്? മനുഷ്യന്റെ പാർട്ടും ഉണ്ട്, ദൈവത്തിന്റെ പാർട്ടും. മനുഷ്യപുത്രനുമാണ്, ദൈവപുത്രനുമാണ്. ഡ്യുവൽ ലൈഫ്.
അതുകൊണ്ടാണ് രണ്ട് ജീവിതം ഉള്ളതൊക്കെ നമ്മൾ ആത്മാവിന്റെ പ്രമാണത്തിൽ പഠിച്ചു. നമ്മൾ പിന്നെ അധികം അങ്ങോട്ടേക്ക് പോയില്ല അല്ലെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ആത്മാവിന്റെ പ്രമാണത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകും. അപ്പൊ ഒരു മനുഷ്യനിലെ രണ്ട് ജീവനുണ്ട്. മനുഷ്യനിലുള്ള രണ്ട് ജീവനാണ്. ഒന്ന് സ്വയെ ദൈവിക ജീവൻ, സൂക്കെ മാനുഷിക ജീവൻ. സ്വയ ആത്മാവിലുള്ള ജീവൻ, സൂക്കെ ബ്ലഡിലുള്ള ജീവൻ. ഹല്ലേലൂയ. അത് മനുഷ്യന്റെ ജീവനാണ്, ബ്ലഡിലുള്ള ജീവൻ. എന്നാൽ ആത്മാവിലുള്ള ജീവൻ ദൈവത്തിന്റെ ജീവനാണ്. ഒന്ന് മനുഷ്യപുത്രന്റെ ജീവനും ഒന്ന് ദൈവപുത്രന്റെ ജീവൻ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കുക, ദൈവം നമ്മോട് കൂടെ. അപ്പൊ ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളില് ആത്മാവിന്റെ പണി പൂർത്തിയായി അല്ലെങ്കിൽ പൂർത്തിയായി വരുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ ഭൂമിയിൽ ഇറക്കുവാനായിട്ട് കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. മിസ്റ്റർ പൗലോസ് പറയുന്നില്ലേ, ഞാൻ ക്രൂശിക്കപ്പെടുകയും ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കും. അപ്പൊ ക്രിസ്തു നമ്മൾക്ക് ഇന്ന് ക്രിസ്തു ആത്മാവാണ്. ക്രിസ്തുവിന് നമ്മുടെ ഇവിടെ ജീവിക്കാനുള്ള സ്ഥലമുണ്ട്. ക്രിസ്തുവിന്റെ ഉള്ളിൽ ആരുണ്ട്? ദൈവം. ഹല്ലേലൂയ. കർത്താവ് പറയും, നിങ്ങൾ എന്നെ വചനം അനുസരിക്കുന്നുവെങ്കിൽ ഞങ്ങൾ, അതായത് പിതാവും ഞാനും നിങ്ങളുടെ അടുക്കൽ വന്ന് വാസം പ്രവർത്തിക്കും. അപ്പോ നമ്മൾ സ്പിരിറ്റ് കണ്ടെയ്നേഴ്സ് ആണ്, ആത്മാവിന്റെ കണ്ടെയ്നേഴ്സ്. ഇനി അതാണ് യേശു ക്രിസ്തു പറയുന്നത് യോഹന്നാൻ 14:10. എന്നെ കാണുന്ന പിതാവിനെ കണ്ടു എന്ന് കർത്താവ് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത് കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടി ഇരുന്നിട്ട്, അതിന്റെ 9-ാം വാക്യം, നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. കാരണം എന്റെ ഉള്ളിൽ ആരാ? പിതാവ്. നമ്മൾ നേരത്തെ കണ്ടു ഒരു ചില്ല് ഗ്ലാസിന്റെ ഉള്ളില് പാലെടുത്തു. ചില്ല് ഗ്ലാസ് കണ്ടവൻ ആരെ കണ്ടു? പാല് കണ്ടു. ഇതേപോലെ യേശു ദൈവ തേജസ്സാണ് നിറഞ്ഞു നിൽക്കുകയാണ്. പിതാവിന് ഏകജാതനായ തേജസ്. പിതാവിന്റെ യേശുവിന്റെ ഉള്ളിൽ വസിക്കുന്ന ആരാ? പിതാവായി ദൈവം. ദൈവം മനുഷ്യനെ ഉണ്ടാക്കി തന്നെ ദൈവത്തിന് മുന്നിൽ നടക്കാനാണ്. സംഘൂർജൻ 6:16 നമുക്ക് കാണാൻ പറ്റും. ഞാൻ നിങ്ങളിൽ വസിച്ച് നിങ്ങളിൽ നടക്കും. മലയാളത്തിലെ ട്രാൻസ്ലേഷൻ തെറ്റാണ്. നിങ്ങളുടെ ഇടയിൽ നടക്കും, ഇടയിൽ മതിയാണ്. ഇംഗ്ലീഷിലോട് വായിക്കുമ്പോൾ ഐ വിൽ ഡോൾ ഇൻ യു ആൻഡ് വാക്ക് ഇൻ യു. അപ്പോ മനുഷ്യന്റെ പദ്ധതി അതാണ്. ഇതാണ് യേശു വ്യക്തമാക്കുന്നത്. എന്നെ കണ്ട പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ കാണിച്ചു പറയുന്നത് എങ്ങനെ? അതായത് ദൈവം നമ്മളുടെ ഭൂമിയിൽ വെളിപ്പെടണം. എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കർത്താവ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഏതൊരു സഹോദരൻ ചോദിച്ചൊരു ചോദ്യം കൂടിയാണ് അവിടെ ചോദിച്ചത്. വിഷമത്തോടെയാണ് ചോദിച്ചത്. എന്നാ പിന്നെ എന്റെ ഉള്ളു കണ്ടവൻ പിതാവിനെ കണ്ടെന്ന് എഴുതിയാൽ പോരായിരുന്നു. അതെ, അതിനെ കർത്താവ് താഴെ എഴുതിയിരിക്കുന്നു. ആ എക്സ്പ്ലെയിൻ തരിക നമുക്ക് അറിയാൻ പാടില്ലാത്ത. നമ്മൾ അങ്ങനെ ചോദിക്കുന്നതിന്റെ കാരണം നമ്മൾ നേരത്തെ ഈ യേശുവിനെ തന്നെ പിതാവാക്കി മാറ്റി. വചനം പറയുന്നില്ല. യേശു പിതാവാണ് ഒരർത്ഥത്തിൽ, പക്ഷേ പിതാവായ ദൈവമല്ല. നേരത്തെ പിതാവ് ദൈവത്തിനുള്ളിലായിരുന്നു, അതിനൊന്നും ദൈവമായിരുന്നു. ഇവിടെ കേൾക്കുക, എന്താണ് സംഭവം? വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഞാൻ പിതാവിനും പിതാവ് എന്നിലും ആവുന്നത് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിന്നോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ്? പിതാവ് എന്നിൽ വസിക്കുന്നു. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്നെ പ്രവൃത്തി ചെയ്യുന്നു. എന്റെ ഉള്ളിൽ പിതാവാണെന്നേ ആര് പറഞ്ഞു? യേശു പറഞ്ഞു. വിശ്വസിക്കാൻ പറ്റുമോ? പിതാവ് വേറെ, ഞാൻ വേറെ, പക്ഷേ പിതാവ് എന്റെ ഉള്ളിൽ. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബില്ലൊന്നാ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ്. നമ്മൾ നേരത്തെ പഠിച്ചു, മനസ്സിലായി. രണ്ടുപേരുടെ ഇഷ്ടം ഒന്നാണ്, മാറുന്നില്ല. അപ്പോ യേശുവിന്റെ ഉള്ളിൽ വസിക്കുന്നതാരാ? പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്നെ പ്രവൃത്തി ചെയ്യുന്നു. തന്നിൽ വസിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് ഗോഡ്സ് കണ്ടെയ്നർ ആണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഗോഡ്സ് ഹോമാണ്, ദൈവത്തിന്റെ ആലയമാണ്. ആ ആലയത്തിൽ ദൈവം വസിക്കുന്നു. അവിടെയാണ് ഒരു മനുഷ്യന്റെ ശ്രേഷ്ഠത. അതിനുവേണ്ടി നാം ഒരുക്കപ്പെടുന്നു. ഇതാണ് എഫേസ്യർ 2:22 പറയുന്നത്. അത് ആലയം പണി നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുക. എല്ലാവരും ജെറുസലേമിലെ ആലയം പണി തീർക്കാൻ വേണ്ടി കാത്തിരിക്കുക. പക്ഷെ ദൈവം നമ്മുടെ ഉള്ള ആലയം പണി തീർക്കാൻ വേണ്ടി കാത്തിരിക്കും. ഹല്ലേലൂയ. എല്ലാവരും ശരീരത്തിന്റെ പുറത്തെ ആലയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ദൈവം ശരീരത്തിന്റെ ഉള്ളിലെ ആലയം പണി തീർക്കാൻ വേണ്ടി കാത്തിരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദര സഹോദരി, വാദങ്ങളൊക്കെ പോയിട്ട് ആ ആലയം പണി പൂർത്തിയാക്കാൻ ദൈവത്തിന്റെ ആത്മാവിനനുസരിച്ച് നടക്കുവാൻ ശ്രമിക്കുക. എത്ര താഴേക്ക് വായിക്കുമ്പോ നമുക്കവിടെ കാണാം, ഇൻ കേസ് യേശു ക്രിസ്തു പിതാവിനെ അനുസരിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? യേശു ക്രിസ്തു ദൈവത്തിന്റെ ആലയം ആകത്തില്ല, മാറിപ്പോകും. ഒന്നാം മാർഗത്തിന് സംഭവിച്ചത് തന്നെ യേശുവിന് സംഭവിക്കും എന്ന് ആര് പറഞ്ഞു? യേശു പറഞ്ഞു. എപ്പോഴാണോ നമ്മളെ പിതാവിനെ അനുസരിച്ച് നടക്കുന്നത്, അപ്പോഴാണ് നമ്മൾ ആലയമായി മാറുന്നത്. എപ്പോൾ നാം പിതാവിനെ ധിക്കരിച്ച് നടക്കുന്നോ, ആദത്തിന് പറ്റിയ അതേ അനുഭവം നമ്മുടെ ജീവിതത്തിലും പറ്റും.
ദൈവ തേജസ് നഷ്ടമാകും. അതിന്റെ അർത്ഥം ദൈവം നമ്മളെ വിട്ടുമാറും. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് നഷ്ടമാണ്. യേശു തന്നെ പറയുന്നത്, ഞാന് പിതാവിന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നത് കൊണ്ട് പിതാവ് എന്നെ വിട്ടുപിരിയുന്നില്ല. അതിന്റെ അർത്ഥം ചെയ്യുന്നില്ലെങ്കിലോ പിതാവ് എന്നെ വിട്ടുപോകും. ആരത്തെ വിട്ടുമാറിയതുപോലെ. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു വചനമുണ്ടോ? ഉണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം. നമ്മള് തെറ്റായി പഠിച്ചു വെച്ചത് കൊണ്ടാണ് നമുക്ക് ഈ കേൾക്കുമ്പോൾ വിഷമമൊക്കെ തോന്നുന്നത്. ഞാൻ ബൈബിൾ ഇല്ലാത്ത എന്തെങ്കിലും പറയുന്നത് നിങ്ങളെ ചൂണ്ടിക്കാണിക്കും. ബൈബിൾ വിശ്വസി. യേശു പറയാണ് 8:29, എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്. അപ്പൊ യേശു അയക്കപ്പെട്ടതാണ്. അയച്ച വ്യക്തിയുടെ പേരാണ് പിതാവായ ദൈവം, യേശു അല്ല. മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം വലിയ ദേഷ്യം ഉണ്ടാകും. പക്ഷെ ദേഷ്യം ഉണ്ടായിട്ട് കാര്യമില്ല മക്കളെ. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് സ്വർഗീയ പിതാവ് ഒരാളെങ്കിലും ധൈര്യത്തോട് നിർത്തി പറയുന്നത്. ബാക്കിയുള്ളത് പറയത്തില്ല. മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ കാണാം, അയ്യോ അയാൾ എന്നെ എന്ത് ചെയ്യും, എന്നെ പുറത്താക്കും, അങ്ങനെ ചെയ്യുന്നത് പറയത്തില്ല. പേടിച്ച് മിണ്ടാതിരിക്കും. പക്ഷേ സ്വർഗത്തിലെ നിങ്ങളിത് അറിയിക്കുന്നത് നിങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനാണ്, നിങ്ങളെ ശക്തിപ്പെടുത്താൻ. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിലനിൽക്കണമെങ്കിൽ ക്രിസ്തുവിലൂടെ ആ പിതാവിൽ നിങ്ങൾ വളർന്നു കയറണം. പിതാവിനെ നിങ്ങൾ അറിയണം. ഏകസത്യദൈവമായ പിതാവിനെയും ആ പിതാവായ ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ എന്ന് ക്രിസ്തു പറഞ്ഞിട്ടില്ലേ? അപ്പോ പ്രിയ സഹോദരങ്ങളെ ഇവിടെ മനസ്സിലാക്കുക. യേശു പറയാണ്, എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്. യേശു പറഞ്ഞല്ലോ, എന്റെ ഉള്ളിൽ ആരാ വസിക്കുന്നത്? പിതാവ് വസിക്കുന്നത്. ഐ ആം ഗോഡ്സ് കണ്ടെയ്നർ. ദൈവത്തിന്റെ ആലയമാ. ഒരു മനുഷ്യർക്ക് ദൈവത്തിന്റെ ആലയമാ. എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, ഞാൻ എല്ലായ്പ്പോഴും ആ പിതാവിനെ അനുസരിക്കുന്നത് കൊണ്ട്, പിതാവിന് ഇഷ്ടമുള്ളത് ചെയ്യുന്നത് കൊണ്ട് പിതാവിനെ ഏകനായിട്ട് വിട്ടിട്ടില്ല. അപ്പൊ പിതാവിന് ഇഷ്ടമുള്ളത് ചെയ്യാതിരുന്നാലോ ഏകനായി വിടും. എന്താ എക്സാമ്പിൾ? ആദം ഏകനായി വിട്ടു, ഇറക്കി വിട്ടു. വേറെ ഏകനായി വിട്ടു. അപ്പൻ ഉണ്ടാക്കിയതല്ല ഇനി അനുഭവിക്കേണ്ട. നീ നിന്റെ നെറ്റിയിലെ കൊണ്ട് കഴിച്ചു, ഏകനായി വിട്ടു. അപ്പൊ യേശു ഇവിടെ പറയുന്നു, തന്റെ ജീവിതത്തിൽ അത് സംഭവിക്കാം. പക്ഷേ സംഭവിക്കാത്തതിന്റെ കാരണം താൻ എപ്പോഴും പിതാവിന് ഇഷ്ടമാണ് ചെയ്യുന്നതുകൊണ്ട്. അപ്പൊ യേശുവിനെ പിടിച്ച് പിതാവാക്കി മാറ്റുന്ന ഒരു വിശ്വാസമാണ് നമുക്ക് കിട്ടിയതെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എത്രത്തോളം എററിൽ വീണ് കിടക്കുക. യേശു നമ്മുടെ നിലയാണ്, നമ്മുടെ കർത്താവാണ്, ഇതൊക്കെ സത്യമാണ്. പക്ഷെ യേശു പിതാവായ ദൈവമല്ല. വ്യക്തതയോടെ മനസ്സിലാക്കുക. യേശു പറഞ്ഞു, എന്നെ അയച്ചത് പിതാവായ ദൈവമാണ്. ഞാൻ പറയുന്നത് ബൈബിളാണ്. ഒരു തെറ്റായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ ജീവിതം പണിത് കെട്ടുന്ന ഒരു വമ്പൻ കൂട്ടമാണ് ഇന്ന് ലോകത്തിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ തെറ്റായതിലല്ല അടിസ്ഥാനം വേണ്ടത്. ഞാൻ പറയുന്ന വാക്കുകളിലും അല്ല, ഈ ബൈബിളിലെ വചനങ്ങളിലെ അടിസ്ഥാനം. ഞാൻ എന്തെങ്കിലും തെറ്റായി പറയുന്നുവെങ്കിൽ ഈ വചനം കോട്ട് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ വിഷമോ സങ്കടം എഴുതി വെച്ചിട്ട് കാര്യമില്ല. വചനം കോട്ട് ചെയ്ത്, ഒരു 3 വചനം കോട്ട് ചെയ്തിട്ട് അറിയിക്കുക. ഹല്ലേലൂയ. കഴിഞ്ഞ ഏതൊരു സമയത്തിൽ ആരോ ഒരു വ്യക്തി, ഒരു സഹോദരിയാന്ന് തോന്നുന്നു, യേശു ദൈവം, അപ്പൊ യേശു ദൈവം അല്ലേ? നമ്മുടെ വേറെ ഏതൊരു സഹോദരൻ അതിന് മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു. ആ വ്യക്തിയായിട്ട് വട്ടം കറപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യാതെ എന്താ ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 3 വചനം എടുക്കുക. 2-3 പേരുടെ സാക്ഷി വഴി എഴുതിയത് ഉറപ്പാക്കാമല്ലോ. 3 വചനം എഴുതി. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. യേശു പറഞ്ഞു, ഞാനാണ് ദൈവം, എന്നെ ആരാധിക്കൂ. 1. വേറൊന്ന് എഴുതുക. ലൂക്കോസ് സുവിശേഷം ഇന്ന വാക്യം. യേശു പറയുന്നു, ഞാൻ തന്നെ ദൈവം, ഞാനല്ലാതെ വേറെ ദൈവമില്ല. 2. പിന്നെ 3. ഇതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. 3 വചനം എഴുതി വെക്കുക. ഞാനും നിങ്ങളുടെ കൂടെ. നമ്മൾ പറഞ്ഞ 3 ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുള്ള വചനമുണ്ട്, അത് എഴുതാൻ പറ്റും. അത് കാരണം തെറ്റിക്കരുത്. അപ്പൊ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഈ കേൾക്കുന്ന വിശ്വാസികൾക്ക് സന്തോഷമായി. വിശ്വാസികള് കൺഫ്യൂസ് ആയിരിക്കുക ആവട്ടെ. അപ്പൊ നിങ്ങളെ താഴെ ഒരു 3 വചനം, 2-3 പേരുടെ സാക്ഷ്യം വഴി എഴുതാൻ ഉറപ്പാക്കാലോ. ഒരു 3 വചനം എഴുതിയിട്ട് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന വിശ്വാസികൾക്ക് ഉറപ്പായി നിങ്ങളുടെ ആ വചനം നിമിത്തം. പക്ഷെ ഈ വചനത്തില് ഞാൻ അങ്ങനെ കാണുന്നില്ല. അപ്പൊ എനിക്കും ഒരു മനസ്സിലാകുമല്ലോ, ഈ വചനത്തിൽ ഞാൻ കാണുന്ന യേശു നമ്മുടെ കർത്താവാണ്, യേശു ദൈവപുത്രനാണ്, യേശു വചനമാണ്, യേശു ദൈവമായിരുന്നു. എപ്പോ? സൃഷ്ടിപ്പിന് മുമ്പ് ദൈവത്തിലായിരുന്നു, ദൈവമായിരുന്നു. ഇതൊക്കെ ഞാൻ കണ്ടേക്കണേ. അല്ലാണ്ട് യേശു ഒരിക്കലും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, ഞാനാണ് ദൈവം, എന്നെ ആരാധിക്കുന്നു.
ഇത് തന്നെയാണ് ജാതികളായ വ്യക്തിത്വങ്ങൾ നിങ്ങളോട് ഓരോരുത്തരോട് ചോദിക്കുന്നത്. IPC-യിൽ ഒരു ദേവദാസനോട് ചോദിച്ച കഴിഞ്ഞ സന്ദേശങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഉത്തരം കൊടുക്കാൻ കഴിയില്ല. അദ്ദേഹം മറ്റു പല ദേവദാസന്മാരോട് ചോദിച്ചു, അവർക്ക് ഉത്തരം കൊടുക്കാൻ കഴിയില്ല. തുടർന്ന് നമ്മൾ ഇതിലൂടെ പ്രസംഗിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. തുടർന്നാണ് എനിക്ക് മനസ്സിലായത് ഈ ഗ്രൂപ്പുകാര്, ഈ ജാതിക്കാര് നമ്മുടെ എല്ലാ ദേവദാസന്മാരെയും വിറപ്പിക്കുന്ന ചോദ്യമാണ്. ദേവദാസന്മാർ ചോദ്യത്തിന് ഉത്തരവില്ലാതെ ഓടുന്ന ചോദ്യവും കൂടെയാണ്. എന്തുകൊണ്ടാണ് ഓടേണ്ടി വന്നേ? തെറ്റായി പഠിച്ചത് കൊണ്ടും പഠിപ്പിച്ചത് കൊണ്ടും അല്ലേ? നേരായി പഠിച്ചെങ്കിൽ ഓടേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. വിശ്വാസികൾ നശിച്ചു പോകത്തില്ലായിരുന്നല്ലോ. ഉള്ള കാര്യം ഉള്ളതുപോലെ പഠിക്കുക. ഇത്രത്തോളം ശ്രേഷ്ഠമായ വിശ്വാസം വേറെ ഏതാ ഉള്ള ക്രിസ്ത്യ ജീവിതത്തേക്കാൾ? അത് റൈറ്റ് ആയിട്ട് പഠിപ്പിച്ചിരുന്നെങ്കിലോ ഈ വക ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. ഇനിയിപ്പോ തെറ്റായി പഠിപ്പിച്ചതുകൊണ്ട് ഇനിയിപ്പോ തെറ്റാണെന്ന് പറയാനുള്ള ഒരു വൈക്ലഭ്യവും അത് ഞാൻ അയ്യോ അങ്ങനെ ചെയ്തുവല്ലോ എന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടും ഒക്കെ കൂടി ചേർന്ന് വന്നപ്പോ അകപ്പാട് ഇത് കേട്ടും കണ്ടിരിക്കുന്നവരൊക്കെ താഴെ പോവുക. പകരം സഹോദരങ്ങളെ, നിങ്ങൾക്ക് വചനം ഉണ്ടെങ്കിൽ ചുമ്മാ ഉണ്ടയില്ല വെടി പൊട്ടിക്കാതെ വായിൽ വരുന്നത് തോന്നി വിളിച്ചു പറയാതെ ആ വചനം എഴുതിയിട്ട് കാര്യങ്ങൾ അറിഞ്ഞു. അപ്പോ അത് എനിക്ക് സന്തോഷമായി, എനിക്ക് സഹായമായി. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കിയ ആ പർട്ടിക്കുലർ ഭാഗം എന്ന് പറയുന്നത് കർത്താവ് പറയണ എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ള ചെയ്തുകൊണ്ട് അവനെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഭൂമിയിലെ യേശുവിന്റെ ജീവിതത്തെ കുറിച്ചാണ് നമ്മളിപ്പോ മനസ്സിലാക്കി. ഇനി ഈ യേശു ക്രിസ്തുവിന്റെ ഈ ജീവിതം, യേശു തന്റെ പദ്ധതി പാത്തൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നേരെ പിതാവിന്റെ അടുക്കിലേക്ക് കടന്നു പോവുക. പിതാവിന്റെ അടുക്കിലേക്ക് കടന്നു പോയിട്ട് നിങ്ങൾക്ക് കാണാം, ഈ കാണുന്ന ചിത്രം കണ്ടോ? ഇതാ ആ പിതാവിനെയാണ് ഈ കാണിച്ചിരിക്കുന്നത്, ദൈവത്തെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. യെല്ലോ കളർ ആ പിതാവിനോട് ചേർന്നിരിക്കുകയാണ്. യേശു വീണ്ടും തിരിച്ച് ദൈവത്തിന്റെ ഉള്ളിലേക്ക് കയറി ദൈവമാകുന്നില്ല. മനസ്സിലാക്കുക. വീണ്ടും ആ പിതാവിനോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോ യേശുവിന്റെ പേരിട്ടിരിക്കുന്നത് കുഞ്ഞാടെന്നാണ്. കുഞ്ഞാട്. ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ. നേരത്തെ ഒന്നായിരുന്നു, ആ രണ്ടായി, തുടർന്ന് അവസാനം വരുമ്പോഴും അത് രണ്ടായി തന്നെ നിൽക്കുകയാണ്. പിതാവും പുത്രനുമായി തന്നെ നിൽക്കുകയാണ്. പിതാവിനെ ദൈവമെന്നും പുത്രനെ കുഞ്ഞാടും എന്നാണ് ബൈബിൾ വിളിക്കുന്നത്. എനിക്കെങ്ങനെ മനസ്സിലായി? നിങ്ങളുടെ വീട് വേറെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. അപ്പോ ആ ഓപ്പറേഷൻ വീണ്ടും അതേപോലെ തന്നെ നിത്യത മുഴുവൻ തുറന്നു പോവുകയാണ്. ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാ വീണ്ടും ആ സ്പ്ലിറ്റ് ഓപ്പറേഷൻ, ഭൂമിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞു, എല്ലാ പദ്ധതിയും കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും ഈ യേശുവും പിതാവും, അതാ യേശുവും ദൈവവും രണ്ട് ആയിട്ട് തന്നെ നിലനിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ കുഞ്ഞാടും ദൈവവും, കഴിഞ്ഞ സന്ദേശം നമ്മൾ കേട്ടു. അപ്പൊ കുഞ്ഞാടിന് ദൈവവും രണ്ടായിട്ട് നിൽക്കുന്നെങ്കിൽ കുഞ്ഞാടിനെ പിടിച്ച് ദൈവം വാങ്ങിച്ചാൽ പിന്നെ ദൈവം അവിടെ പോയിരിക്കും. ദൈവത്തെ അവിടെ നിർത്തും നമ്മൾ നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ സ്ഥാനമുണ്ട്. ദൈവപുത്രനാണ്, വചനമാണ്, നമ്മുടെ കർത്താവാണ്, നമ്മുടെ ലീഡറാണ്, നമ്മളെ അദൃശ്യനായ പിതാവിലേക്ക് നടത്തുന്നവനാണ്, നടത്തിക്കൊണ്ടിരിക്കുന്നവനാണ്. ഹല്ലേലൂയ. അപ്പോ നമ്മള് കുഞ്ഞാടിന്റെ സ്ഥാനം കൊടുക്കുക, പിതാവിന്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുവാനായിട്ട് ഇടയാകുക. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 23-ാം വാക്യം. ഓലോടെ എല്ലാവരും വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 23-ാം വാക്യം. ഇത് വായിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാ വീണ്ടും ഒന്നായിരുന്നു ദൈവമായിരുന്നു, തുടർന്ന് പുത്രനായി, പുത്രൻ വീണ്ടും ദൈവമാകുന്നില്ല എന്ന് പറയുകയാണ്. രണ്ടായിട്ട് തന്നെ തുടരുകയാണ്. അവിടെ എഴുതിയിരിക്കുകയാണ് പുതിയ യെരൂശലേമിന്റെ കാര്യമാണ്. അവസാന അധ്യായമാണ് ബൈബിളിലെ. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനെയും ചന്ദ്രനെയും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു, കുഞ്ഞാട് അതിന്റെ വിളക്കാവുന്നു. അപ്പൊ ദൈവ തേജസ് ഉണ്ട്, ദൈവമുണ്ട്, അതുകൊണ്ട് ദൈവ തേജസ്. കുഞ്ഞാട് അതിന്റെ വിളക്കാവുന്നു. ഇനി നമുക്ക് ഇതുമായുള്ള ബന്ധത്തില് നമ്മൾ അവിടെ കാണുന്ന ഒരു കാര്യം, അതിന്റെ 22-ന്റെ ഇതാ അവസാന അധ്യായമാണ്. 22-ന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ഇത് നമുക്ക് കാണാം. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി. ഒറ്റ സിംഹാസനമുള്ള രണ്ടു പേർക്കും കൂടെ. അപ്പോ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും, അപ്പൊ രണ്ടുപേരെ അവിടെ കാണാം. അപ്പൊ കുഞ്ഞാട് ക്രിസ്തു വീണ്ടും ദൈവമായി മാറുന്നില്ല. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ താഴ്ത്തി മനുഷ്യനായി 2 ഓപ്പറേഷനും കഴിഞ്ഞ് വീണ്ടും തിരിച്ചാൽ ദൈവമാകുന്നില്ല. പിന്നെ തന്റെ പേര് ദൈവവചനമെന്നാണ്, കുഞ്ഞാട് ദൈവപുത്രൻ എന്നാണ്, നമ്മുടെ കർത്താവ്. അവിടെ എഴുതിയിരിക്കുന്നു ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും രണ്ടുപേരെ രണ്ടായിട്ട് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഒറ്റ സിംഹാസനം. ഈ കുഞ്ഞാടിന്റെ സിംഹാസനത്തിലാണ്, ഈ കുഞ്ഞാടിനോട് ചേർന്നാണ്, ദൈവത്തിന്റെ സിംഹാസനത്തിലാണ് നമ്മളും കുഞ്ഞാടിൽ ഇരിക്കാൻ പോകുന്നത്. ക്രിസ്തുവിൽ നമ്മളും അവിടെയാണ് ഇരിക്കുന്നത്. എന്നാൽ വെളിപ്പാട് 3:20 പറയുന്നത്, ഞാൻ ജയിച്ച്
ക്രിസ്തു പറയാണ്, ഞാൻ ജയിച്ച എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയിക്കുന്നവൻ ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുത്തും. എല്ലാവർക്കും കൂടെ ഒറ്റ സിംഹാസനം. അതിനർത്ഥം ഒറ്റ വില്ലായി നമ്മൾ പിതാവുമായി ക്രിസ്തുവിൽ ഒന്നായി മാറി. ഇതാണ് യോഹന്നാൻ 12:21 പറയുന്നത്. പിതാവേ, ഞാൻ അങ്ങിലും അങ്ങ് എന്നിലുമാണ്, അല്ലെ? ഇവർ എന്നിലുമായി. അങ്ങനെ നമ്മൾ ഒന്നായി തീരും. ഇതാണ് കാലസമ്പൂർണ്ണ വ്യവസ്ഥ. സ്വർഗവും ഭൂമിയും ക്രിസ്തുവിൽ ഒന്നായി തീരും. ഹല്ലേലൂയ. മറ്റൊരു വാക്യോട് വായിക്കാം. ഇതാ 22:3. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും. വിഷയം കുഞ്ഞാടിനെ കുറിച്ച് ദൈവമാക്കിയാൽ പിന്നെ ഈ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മുടെ വിശ്വാസം അവിടെ അവസാനം പരാജയപ്പെട്ടു പോകുമോ? രണ്ടും രണ്ടാണ്. പക്ഷെ അവരുടെ ബില്ല് ഒന്നാണ്. അതുകൊണ്ടാണ് രണ്ടായിരിക്കുന്നവർ ഒന്നായി മാറുന്നത്. ഭാര്യയും ഭർത്താവും രണ്ടാ. പക്ഷെ ഏതൊരു വചനം പറയുന്നു, വിവാഹത്തിന് ശേഷം ഇനി അവർ രണ്ടല്ല, ഒന്നാണ്. അപ്പോഴും അവർ രണ്ടാണ്, പക്ഷെ അവർ ഒന്നാണ്. എഖാദ്, ഹെയ്സ് എന്ന വാക്കുകളാണ്, എബ്രായ ഗ്രീക്ക് വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ കുഞ്ഞാന്റെ സിംഹാസനം ആദരിക്കും, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അപ്പോ ഈ ഒരു തലം നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന്റെ സ്പ്ലിറ്റ് ഓപ്പറേഷൻ. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇനിയും ഇതിൽ കൂടുതൽ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. അത് ഒരു വാക്കുകൂടി വായിച്ചിട്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അതായത് യേശുക്രിസ്തുവിന്റെ പിതാവിന്റെ വലതുഭാഗത്ത് എന്ത് ചെയ്യുക? പിതാവിന്റെ വലതുഭാഗത്ത് തന്റെ ശത്രുക്കൾ പാതപീഠമാകാൻ കാത്തിരിക്കുക. വലിയൊരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇതൊന്നും ഈ ജനം അറിയുന്നില്ല. ഈ ജനം ഇതാ യേശുവിനെ ദൈവമായി കണ്ട് ആരാധിച്ച് മാത്രം അവസാനിപ്പിക്കും. ഇതല്ല ഈ ബൈബിളിലെ വിശ്വാസം. ബൈബിളിലെ വിശ്വാസം ഒരു വലിയ പ്രവർത്തനം നടക്കുക. ആ പ്രവൃത്തി പൂർത്തിയാക്കണം. ലോഡല്ല. അതിനുവേണ്ടി ഇതാ യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു? ഏതിന്റെ വചനം? എബ്രായർ 10:12-13 പറയുന്നു, താൻ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകാൻ കാത്തിരിക്കും. ശത്രുക്കൾ പാദപീഠമാകാൻ യേശു കാത്തിരിക്കുന്നു. വലിയൊരു പ്രൊജക്ട് തീരുവാൻ വേണ്ടിയാണ് ഒരു ഭാഗമാണത്. ശത്രുക്കൾ പാദപീഠമാകാൻ കാത്തിരിക്കുന്നു. ഇവിടെ ജനമോ ശത്രുവിനെ കുറിച്ച് പോലും ചിന്തിക്കുക. ആരാണ് ശത്രു? പിശാചും അവന്റെ സേനയും ഒരു വലിയ കിങ്ഡമാണ്. എന്നാൽ യേശുവിന്റെ ജനമോ അവിടെ ശത്രുവിനെ കുറിച്ച് പോലും ചിന്തിക്കാതെ യേശുവിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കും. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ആരാധിക്കുന്നതിൽ തെറ്റില്ല. അതിനെക്കുറിച്ച് ദൈവം അടുത്ത ആഴ്ച നമ്മൾ കടന്നു വരും. അപ്പോ പക്ഷേ ഇതല്ല ബൈബിളിലെ സന്ദേശം. ബൈബിളിലെ സന്ദേശം നാം ജയം പ്രാപിക്കണം. യേശു കാത്തിരിക്കുകയാണ് തന്റെ കുഞ്ഞുങ്ങൾ പിശാചിനെ ജയിക്കാൻ. ആ ജയത്തെ കുറിച്ച് പറയാതെ യേശുവിന്റെ എല്ലാ പ്രസംഗങ്ങളിലും ജയമുണ്ട്. ജയിക്കുന്നതിന് അവകാശമാക്കും. എന്നാൽ അട്ടിമറിക്കപ്പെട്ടു പോയ ക്രിസ്തീയ സമൂഹത്തിൽ അതില്ല. അവർക്ക് ആകെപ്പാടെ പറഞ്ഞു, ഞങ്ങൾ ആരാധിച്ചു, യേശുവിനെ ഉയർത്തി. ഇതാണോ ഈ ബൈബിൾ പറയുന്നത്? എന്റെ സഹോദര, എന്റെ സഹോദരി, ഇതാണോ ബൈബിൾ പറയുന്നത്? എന്റെ ദേവാസിനെ, എന്റെ അച്ഛോ, എന്റെ മെത്രാനെ, എന്റെ പാസ്റ്ററെ, ഇതാണോ ബൈബിൾ പറയുന്നത്? യേശു പറയുന്നത് തന്നെ അനുഗമിക്കുക. അങ്ങനെ ക്രിസ്തുവിന്റെ തലയോളം വളരുക, പിതാവിനിടയിൽ എത്തിച്ചേരുക. ആ യാത്രയിൽ മക്കളെ നിങ്ങൾ പിശാചിനെ ജയിക്കും. യേശുവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അല്ലാണ്ട് കാൽവരി ക്രൂശിലെ ആഴത്തോടുകൂടി എല്ലാ തീർത്തും എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അവസാനിപ്പിക്കല. എബ്രായർ ലേഖനം 10-ാം അധ്യായം 12-13 വാക്യങ്ങൾ. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട്. ഏതാ കണ്ടോ? കുഞ്ഞാട് എവിടെ ഇരിക്കണേ? പിതാവിനോട് കൂടെയാ. ആ പിതാവിന്റെ പേരെന്താ? ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു. തന്റെ ശത്രുക്കൾ തന്റെ പാതപീഠമാക്കാൻ കാത്തിരിക്കുന്നു. യേശു കാത്തിരിക്കുന്നു ശത്രുക്കൾ പാതപീഠമാകാൻ. യേശുവിന്റെ ശത്രു തൊമ്മാച്ചനും മേരിക്കുട്ടിയൊന്നും അല്ല, പിശാചും അവന്റെ കൂട്ടിയും. നമ്മുടെ ശത്രു അവര് തന്നെയാണ്. നിങ്ങളുടെ പ്രതിയോഗിക്കുന്ന പിശാച്. നിങ്ങൾക്ക് പോരാട്ടമുള്ളത്
വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാര ലോകത്തിലെ എല്ലാ സേനകളോടും ദുഷ്ടാധിപത്യ സേനകളോടുമാണ്. അവർ സ്വർഗീയ സേനകളാണ്, ആകാശം തമ്പടിച്ചിരിക്കുന്നവരാണ്. അവരെയാണ് നമ്മൾ പരാജയപ്പെടുത്തേണ്ടത്. യേശുവിന് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മൾ ജയിക്കാൻ വേണ്ടി യേശു കാത്തിരിക്കുന്നു. ഇതുകൊണ്ടാണ് യേശുവിന്റെ എല്ലാ പുസ്തകത്തിലും വെളിപ്പാട് 2, 3 അധ്യായങ്ങൾ എല്ലാ സഭകളും യേശു പറയുന്നത് ജയിക്കണം, ജയിക്കണം, ജയിക്കണം. എന്നാൽ അട്ടിമറിക്കപ്പെട്ട സഭകൾ ഇന്ന് കാണുന്നു. അവിടെ പറയണോ ആരാധിക്കൂ, ആരാധിക്കൂ, ആരാധിക്കൂ. ഈ പുസ്തകത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും കാണിച്ചു തരാമോ ക്രിസ്തു പറഞ്ഞിരിക്കുന്നതായിട്ട് എന്നെ ആരാധിക്കും? ഞാൻ ക്രിസ്തുവിനെ ആരാധിക്കാതെ യാതൊരു തെറ്റുമില്ല. ഏതൊരു വചനം പറയുന്നത് പുത്രനെ ചുംബിക്കുക. പക്ഷെ അതല്ല ഈ വചനത്തിലെ സന്ദേശം എന്ന് മനസ്സിലാക്കി ജയം പ്രാപിക്കും. യേശു കാത്തിരിക്കുന്നു, യേശു കാത്തിരിക്കുന്നു. യേശു പിശാചിനെ പോലെ ആരാധന കുതിയൊന്നുമില്ല. യേശു കാത്തിരിക്കുക. എന്തിനു വേണ്ടിയാ? നാം ജയിക്കാൻ വേണ്ടി കാത്തിരിക്കും. ആരുടെ കൽപ്പനയായത്? പിതാവിന്റെ കൽപ്പനയാ. 110 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പിതാവിന്റെ കൽപ്പനയാണ്. പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നതെങ്കിൽ ഇതൊരു പ്രവചന വാക്യമാണ്. 110-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം പറയുന്നു, ഓ ലോർഡ് ഐ ലവ് യു. യഹോവയുടെ കർത്താവിനോട് അരുളി ചെയ്യുന്നു. യേശുവിനോട് അരുളി ചെയ്യാൻ പറ്റിയത് യഹോവയാം ദൈവം മാത്രമേ. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങളുടെ വാക്കുവാണോ, നീ എന്റെ വലതുഭാഗത്തിരിക്കുക. ഇന്നത് ചെയ്തോണ്ടിരിക്കുക. യേശുവിന്റെ പാദവിടമാണ് സഭയുടെ പാദവിടം. യേശു സഭയുടെ തല. നമ്മൾ ഓരോരുത്തരുടെ പാദവിടമായി മാറണം. പിശാച് നമ്മൾ അവനെ ജയിക്കണം. അവൻ വെച്ച് കിട്ടുന്നത് കൊണ്ട് അതിനെ അന്വേഷിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ടിരുന്നോണ്ട് ജയം പ്രാപിക്കുകയില്ല. പകരം നീ വെച്ച് കിട്ടുന്നത് എനിക്ക് വേണ്ട. ആരാധിക്കുമ്പിക്കുക. ആര് പറഞ്ഞതുപോലെ, യേശു പറഞ്ഞതുപോലെ. യേശുവിനോട് പിശാച് പറഞ്ഞു, ഇതാ എന്റെ സിസ്റ്റം അനുസരിച്ചാൽ മതി, എന്നെ നമസ്കരിച്ചാൽ മതി, ഇതൊക്കെ ഞാൻ നിനക്ക് തരാം. അതായത് ലോകം എന്റെ മഹത്വം നിനക്ക് തരാം. അതിനുവേണ്ടിയല്ല നാം യേശുവിനെ ആരാധിക്കുന്നത്. നാം യേശുവിനെ അനുഗമിക്കുന്നത് തന്നെ ഒരു ആരാധന. യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുക. നമ്മൾ നേരത്തെ കേട്ടു, ഇതാ ഈ പുസ്തകത്തില് 4 സുവിശേഷങ്ങളിൽ മാത്രം യേശു ഒരു പ്രാവശ്യം പോലും പറഞ്ഞില്ല എന്നെ ആരാധിക്കാൻ. പക്ഷെ 22 പ്രാവശ്യം പറഞ്ഞു എന്നെ അനുഗമിക്കുക, എന്നെ അനുഗമിക്കുക. പ്രിയ സഹോദരങ്ങളെ, ആ ക്രിസ്തുവിനെ അനുഗമിച്ച് നമ്മള് ആ ക്രിസ്തു ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എത്തണം. ഇതാണ് സഭയുടെ പർപ്പസ്, ജയം പ്രാപിക്കുക. ഇതാണ് റോമലേഖനം 16:20 പറയുന്നത്. സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ സാത്താനെ, കുര്യച്ചായന്റെ, ജോബിയുടെ, ദൊരോത്തിയുടെ, ഈ കാണുന്ന കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ കാൽ കീഴിലാക്കി ചർച്ചകൾ. കാല് കൊടുക്കുവോ? കാല് കൊടുക്കുവോ? കാല് കൊടുക്കണമെങ്കിൽ ആദ്യം ഹൃദയം കൊടുക്കും. ശരീരം കൊടുക്കണമെങ്കിൽ ആദ്യം ഹൃദയം കൊടുക്കും. ഹൃദയം കൊടുക്കാൻ തയ്യാറാണ്? ഇല്ല. സ്തുതിവാക്ക് കൊടുക്കുക. സ്തുതിവാക്ക് വേണ്ട, ഹൃദയം മതി. ഹൃദയം ഉണ്ടെങ്കിൽ എല്ലാമായി. ഹൃദയം ഉണ്ടെങ്കിൽ എല്ലാമായി. ഹൃദയം കൊടുക്കുക. ഇനി എനിക്കായി ജീവിക്കേണ്ട, എനിക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനായി ജീവിപ്പാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ക്രിസ്തു കാത്തിരിക്കുക. ക്രിസ്തു കാത്തിരിക്കുക. ഞാൻ ജയിക്കാൻ വേണ്ടി ക്രിസ്തു കാത്തിരിക്കുക. എന്റെ ജീവിതം മാറുമ്പോൾ ഞാൻ ജയിക്കും. ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ഞാൻ ജയിക്കും. ഓരോ നിമിഷവും ദൈവത്തിൽ നിന്ന് വചനം കിട്ടുമ്പോൾ ഞാൻ ജയിക്കും. ദൈവത്തിന് ജനിച്ചതെല്ലാം ലോകത്ത് ജയിക്കും. ലോകത്ത് ജയിക്കുന്ന ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ. എന്നാൽ വചനമില്ലാതെ വിശ്വാസമില്ല. അത് ലോകത്ത് എനിക്ക് അത് കിട്ടും ഇത് കിട്ടും എന്റെ തലവേദന മാറുന്നുള്ള വിശ്വാസമല്ല. അതും വിശ്വാസത്തിന്റെ ഭാഗം തന്നെ. പക്ഷെ ആ വിശ്വാസത്തിന്റെ കാര്യമല്ല ഇപ്പൊ. അനുദിനം നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ദൈവവചനം, അന്നുള്ള ആഹാരം, അത് നിങ്ങൾക്ക് ഇതാ സ്വർഗീയ പിതാവിൽ നിന്ന് കിട്ടും. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്ന. ആത്മാവ് സഭയോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത് ബൈബിളിൽ നിന്ന് വായിക്കുന്ന വചനമല്ല. ബൈബിളിൽ നിങ്ങൾക്ക് വചനം കിട്ടും. എന്നാൽ ഈ ബൈബിൾ എഴുതിയ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ആത്മാവ് ആ പിതാവിന്റെ അന്നുള്ള ചിന്തകൾ നിങ്ങൾക്ക് എടുത്തു തരും. ആ ചിന്തകൾ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ജയം പ്രാപിക്കും. അതുകൊണ്ട് നാം ജയിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന യേശുവിന്റെ മുമ്പായി വെറും ഒരു ആരാധകർ മാത്രമായിട്ട് അവസാനിക്കാം. ജയിക്കുന്നവരായി തീരുമാനം നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പാളിപ്പോയ വിശ്വാസങ്ങൾ, പാളിപ്പോയ മണ്ഡലങ്ങൾ അതിനെന്ന് ആവർത്തിക്കാതെ സത്യം അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിൽ ഏൽപ്പിക്കാം. ദൈവത്തിൽ ആശ്രയിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ.
താങ്ക് യു ഡാഡി. താങ്ക് യു ഡാഡി. അങ്ങയുടെ ഓമന കുഞ്ഞുങ്ങളോട് ഇടപെടുന്നതിനായി നന്ദിയോട്. അങ്ങയുടെ ഓമന കുഞ്ഞുങ്ങളോട് ഇടപെടുകയാണ് നന്ദിയോട്. താങ്ക് യു. സ്വർഗം ഭൂമിയെ സ്പർശിക്കുന്നതിനായി നന്ദിയോട്. ദുഷ്ടൻ ഇന്നയോളം കെട്ടിവെച്ച കെട്ടുകളെയും മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് തകർത്ത് കളയുക. ദൈവത്തിന്റെ ബോഷ്കിന്റെ ഭണ്ഡാരത്തെ ദൈവത്തിന്റെ ആത്മാവ് തകർത്ത് കളയുക. ദൈവത്തിന്റെ സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാകുന്ന വചനപ്രകാരം ദൈവം ഈ മക്കളെ സ്വതന്ത്രമാക്കിയ ദൈവത്തിന് സ്വന്തം. വചനത്തിന്റെ ശക്തി, ക്രിസ്തുവിന്റെ ശക്തി ഈ മക്കൾ അനുഭവിച്ചറിയുക. ദൈവത്തിന് ദുഷ്ടം കെട്ടിയ എല്ലാ കെട്ടുകളും തകർന്ന് ചാമ്പലാകട്ടെ. ഈ സന്ദേശം പടരട്ടെ. അനേക ദൈവദാസന്മാരെ ദൈവമക്കളെ ഈ സന്ദേശം പിടിക്കട്ടെ. അവർ അനേക മനുഷ്യരെ പിടിക്കുന്നവരായി മാറട്ടെ. അതിനായി ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഈ ജനം ഒരു അനുഗ്രഹമായി മാറട്ടെ. നല്ല പിതാവ് ഇവരുടെ സകല ആവശ്യങ്ങളുടെ പേരിലും കൂട്ടായിരിക്കണം. രോഗികളായിരിക്കുന്നവരൊക്കെ സൗഖ്യമാക്കണം. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണം. സാമ്പത്തിക ഭാരപ്പെടുന്നവരുടെ മേൽ അങ്ങനെ കടന്നു. താങ്ക് യു അമ്മ. ഇത്രത്തോളം സഹായിച്ചതിനായി നന്ദി. സകല മഹത്വങ്ങൾ അങ്ങേക്ക് തരികയാണ്. താങ്ക് യു. താങ്ക് യു ഫോർ ദ ഗ്രേറ്റ് ടീച്ചിങ് ഡേ. താങ്ക് യു. All glory to you in Jesus' name. Hallelujah. പ്രിയ സഹോദരങ്ങളെ, കർത്താവത്തോളം നമ്മൾ സംസാരിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. ഫേസ്ബുക്കിലൂടെ കാണുന്ന മറ്റു മാധ്യമങ്ങളിലൂടെ എല്ലാം കാണുന്ന വ്യക്തിത്വങ്ങളെ ഓർപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, സത്യം നിങ്ങളെ സ്വതന്ത്രമാകട്ടെ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ അകമായി സ്നേഹിക്കുന്നല്ലോ. ദൈവം നാമമാത്രപ്പെടുമാറാകട്ടെ. മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. അവർക്കും ഈ വെളിച്ചം കിട്ടുവാനായിട്ട് ഇടയാകട്ടെ. ഏതെങ്കിലും ഞാൻ വചനവിരുദ്ധമായി പറഞ്ഞെങ്കിൽ നിങ്ങൾ വചനം കോട്ട് ചെയ്തിട്ട് 2-3 പേരുടെ സാക്ഷ്യം ഏതൊരു കാര്യം ഉറപ്പാക്കാണ്. 2-3 വചനങ്ങൾ കോട്ട് ചെയ്ത് എന്നെ അറിയിക്കുന്നുവെങ്കിൽ അതും എനിക്ക് സന്തോഷമാണ്. ചുമ്മാ എന്തെങ്കിലും പറയാതെ വചനം കോട്ട് ചെയ്ത് പറയുക. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.